എഴുതുക മാത്രമല്ല, അത് പ്രമാണിച്ചു. നമ്മൾ എഴുതുന്നതേ ഉള്ളൂ, പ്രമാണിക്കുന്നില്ല. ചില എഴുതുമല്ലോ, മതിലേൽ എഴുതി വെക്കും, കർത്താവാകുന്ന യേശുക്രിസ്തു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം. എഴുതിയ പുള്ളിക്കും വിശ്വാസമില്ല, അതിനകത്ത് താമസിക്കുന്ന പലർക്കും. എല്ലാവരുടെയും കാര്യമല്ല, എഴുതുന്നുണ്ട്. ഒന്ന് എഴുതണം, എഴുതുന്നത് വിശ്വസിക്കണം, അനുസരിക്കണം, ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എഴുതാൻ പോകരുത്. ചിലരെ വണ്ടിയിലൊക്കെ എഴുതും ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ഒരുത്തരെയും കയറ്റുകയല്ല. അങ്ങനെ എഴുതരുത്. ബസ് സ്റ്റോപ്പിൽ ഒരു വിശ്വാസം നിൽക്കാൻ നേരം സ്പീഡ് കൂട്ടുക. അന്നേരം അവൻ പറയുന്നത് ഈ കാലിന് പ്യായ് കൊടുത്തത് നമുക്ക്. ബൈക്കേലും കാറിലും എഴുതിക്കുക ഷാലോ പോകുന്നത് 110 പൊടി പറപ്പിച്ച് പൂഴി പറപ്പിച്ച് മഴയുടെ സമയത്ത് അന്ന് ചെള്ളയിലോട്ട് ചാടിച്ച് റോഡ് നിന്നവന്റെ എല്ലാം ദേഹത്ത് എഴുതി വെച്ചിരിക്കുക ഷാലോ. അവൻ പ്രാകുക നിന്നെ. എന്തിനിങ്ങനെ എഴുതി വെക്കുന്നു? വായിച്ച തിരുവെടുത്ത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണല്ലോ. അതില് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ആ പദം ഒന്ന് എടുത്ത് വായിച്ചാട്ടെ ദൈവദാസനെ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരും. നിങ്ങള് ഉദ്ദേശിക്കുന്ന നിലയിൽ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത് വിഷയം ഇതാ: ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അതാ നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ അതിന് ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് മുഖവരയായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ദേശത്ത് ഇങ്ങനെ സുവിശേഷയോഗം നടത്തുവാൻ വാത്സല്യ സഭ കർത്തദാസൻ ചുമതലപ്പെട്ടവരെ ദൈവം ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ പ്രാർത്ഥിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പം ചിന്തിക്കുമോ ഇതൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. അത് തന്നെ പറയാനാണ് നല്ലത്. അറിയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. അറിയാവുന്ന കാര്യം പറയാനാണ് നല്ലത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ, 66 പുസ്തകം. ചിലരുടെ കയ്യില് കുറച്ച് പുസ്തകം കൂടുതലുണ്ട്. ഈ ഏരിയയിലുണ്ടോ എന്ന് അറിയത്തില്ല. ചില ഏരിയയിൽ ചെന്നാൽ പുസ്തകം കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ചിലക്കൊരു ചിന്ത അതാരാണ്, അത് അവരെ കാണുമ്പോൾ അറിയാം. അവരുടെ ആ ഡ്രസ്സും പോക്കും രീതി പ്രാർത്ഥനയും ഒക്കെ കാണുമ്പോൾ അറിയാം അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നത്. എന്നാൽ ഇത് 66 പുസ്തകമാണ്. ഇതിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, ഇങ്ങനെ 66 പുസ്തകം. അതിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പലതിന്റെ ആരംഭമാണ്, വെളിപ്പാട് പുസ്തകം പലതിന്റെയും അവസാനവും. അങ്ങനെയായി പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് 40 എഴുത്തുകാരാണ് ഈ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. 40 എഴുത്തുകാർ. ഇവരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല, ആശയ വിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇന്നത്തെ സാഹചര്യമൊന്നുമല്ല. ഇപ്പൊ ഇവിടെവിടാന്ന കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അമേരിക്കയെ കണ്ടോണ്ടിരിക്കുക, അമേരിക്കക്കാരെ നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുക. അതുപോലെ സാഹചര്യങ്ങൾ ഇപ്പൊ അന്ന് ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ കാലയളവിൽ ഇവരിൽ പലരും കണ്ടിട്ടില്ല, പലരും പല ഭൂഖണ്ഡത്തിൽ ഇരുന്നവരാണ്. അവിടെ ഇരുന്നാ എഴുതിയത്. പല പ്രകൃതിയിലുള്ളവരെ കൊണ്ട് അദ്ദേഹം എഴുതിപ്പിച്ചത്. ഈ പുസ്തകം എഴുതിയതിൽ ചിലര് ഡോക്ടറുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്, മത്സ്യബന്ധനം, രാജാക്കന്മാരുണ്ട്, ഭരണ തന്ത്രജ്ഞന്മാര് ഉണ്ട്, ന്യായപ്രമാണ വിദഗ്ധ ശാസ്ത്രികൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകാര് ചിലരുണ്ട്, ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, മറ്റേ ജോലികളിൽ ഏർപ്പെട്ടവരുണ്ട്.
ഇങ്ങനെ പല ജീവിത നിലവാരത്തിൽപ്പെട്ടവരെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള 40 എഴുത്തുകാർ. ഓർപ്പിച്ചല്ലോ, 1600 കൊല്ലങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തിരിക്കുന്നത്. ഈ പുസ്തകത്തെ നിങ്ങൾക്കറിയാം 2 ഭാഗങ്ങളായിട്ടാണ്. ആദ്യത്തെ ഭാഗം പഴയ നിയമം, അടുത്തത് പുതിയ നിയമം. 2 നിയമങ്ങളാണ്. അതിലെ പഴയ നിയമ പുസ്തകങ്ങള് 39 പുസ്തകങ്ങളാണ്. പുതിയ നിയമ പുസ്തകം 27 പുസ്തകം. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഇത് ഇപ്പോഴും അറിയാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. ഇരിപ്പും ഭാവവും കണ്ടാൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞായിരിക്കുന്നത്, പക്ഷെ ഒന്നും അറിയത്തില്ല. ഈ പുസ്തകം എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഇതെന്തുവാണെന്നറിയാത്ത പലരും ഉണ്ട്. അപ്പൊ അവരോടൊന്ന് അറിയട്ടെ. എന്തായാലും ഇടിഞ്ഞാറ് കൺവെൻഷൻ വന്ന കാര്യമെങ്കിലും അറിഞ്ഞേച്ച് പോയല്ലോ എന്നൊരു ചിന്ത വരും. അപ്പോൾ 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമ പുസ്തകം 39, പുതിയ നിയമ പുസ്തകം 27 പുസ്തകം. മൊത്തം 66 പുസ്തകം, 40 എഴുത്തുകാരും. ഇതില് പഴയ നിയമ പുസ്തകം 32 എഴുത്തുകാരാണ് ഈ 39 പുസ്തകം എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് ആണ് എഴുതിയത്. 8 പേര്. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരായ 4 പേര് മത്തായിയും യോഹന്നാനും പത്രോസും പൗലോസും. 4 അപ്പോസ്തലന്മാർ. മറ്റു 4 പേര് അപ്പോസ്തലന്മാരല്ല. യൂദായും യാക്കോബും മർക്കോസും ലൂക്കോസും. എന്നാൽ ഈ 4 പേര്, 2 പേര് മർക്കോസും ലൂക്കോസും 2 അപ്പോസ്തലന്മാരുടെ കൂടെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും സന്തത സഹചാരികളായി കർത്തൃ ശുശ്രൂഷ ചെയ്തു. ഇങ്ങനെയാണ് 8 പേര് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയത്. അതിൽ കൂടുതൽ പുസ്തകം എഴുതിയത് പൗലോസാണ്. വേദപുസ്തകം മൊത്തം പഠിക്കുമ്പോഴും 2ാം നിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിലെ യോഹന്നാൻ. അപ്പോസ്തലൻ യോഹന്നാൻ. യോഹന്നാൻ 5 പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഒരു സുവിശേഷ പുസ്തകം, 3 ലേഖനങ്ങൾ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ 5 പുസ്തകം യോഹന്നാനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. എന്തിനാ ഇത് എഴുതിയത് എന്ന് അതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. ചിലര് എന്തിനാ എഴുതുന്നെന്ന് അവർക്ക് പോലും അറിയത്തില്ല. നമ്മൾ ചോദിക്കും എന്താ എഴുതുക? ഓ, വെറുതെ എഴുതുന്നപ്പോ അങ്ങ് എഴുതുക. ഈയിടെ ഒരാൾ പറഞ്ഞാലും കോവിഡ് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, എന്നാ പിന്നെ കുറെ പുസ്തകം അങ്ങ് കുത്തിയിരുന്ന് അങ്ങ് എഴുതുക. കോവിഡ് വന്നത് കൊണ്ടാണ് എഴുതിയല്ല, എഴുതുകയല്ലായിരുന്നു. വേറെ ചില ആൾക്കാര് ചോദിക്കുക എന്തുവാ ഇതെല്ലാം എഴുതുന്നത്, മറന്നു പോകും, അതുകൊണ്ട് എഴുതി അങ്ങ് വെച്ചേക്കാങ്കിൽ കുഴപ്പമില്ല. പല നിലകൾ ചിലരെഴുതുന്നത് വേറെ വല്ലവർക്കിട്ട് താങ്ങിയാണ് എഴുതുന്നത്. അതിങ്ങനെയുള്ള എഴുത്തല്ല. ഫേസ്ബുക്കിനകത്തും ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. വായിക്കും മാറിയാൽ മറ്റവനിട്ട് താങ്ങിയതാണ്. അങ്ങനെ എഴുതുന്നതാ കൂടുതൽ ആൾക്കാരും. ചിലർക്ക് അതാ ഇഷ്ടവും. എന്നാൽ യോഹന്നാൻ എന്തിനായി എഴുതിയത് എന്ന് പുള്ളി എഴുതിയിട്ടുണ്ട്. ആർക്കിട്ട് താങ്ങിയതല്ല. ഒരു വാക്യം വായിച്ചു, 20:30 പെട്ടെന്ന് വായിച്ചു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. പിന്നെ എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. ഇടിഞ്ഞാറുകാരെല്ലാം വിശ്വസിക്കണം. ഇടിഞ്ഞാറുകാർ മാത്രം പോരാ, തിരുവനന്തപുരം ജില്ലയിലുള്ള അല്ല, കേരളത്തിലുള്ള മുഴുവൻ അല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർ, ലോകത്തിലുള്ളവരെല്ലാം, മനുഷ്യനായി ഇവിടെ ജീവിക്കുന്ന സകല ആൾക്കാരെ വിശ്വസിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. ഒന്ന്, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. വിശ്വസിച്ചിട്ട്
അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനാ എഴുതിയേക്കുന്നത്. എഴുത്തിന് ഉദ്ദേശമുണ്ട്. എന്നാ കുറെ പേപ്പർ കിട്ടിയിട്ടുണ്ട്, 5-6 പേനായി ഉണ്ട്, വെറുതെ പണിയൊന്നുമില്ല നേരുന്ന് എഴുതിയേക്കാം. അല്ല, ഏതായാലും വെറുതെ ഇരിക്കുക. എഴുതാനാണെങ്കിൽ നല്ല വശമുണ്ട്, ജേർണലിസം പഠിച്ചതാ, വെറുതെ എന്തിനാ സമയം കളയുന്നത്, എഴുതിയേക്കാം. അല്ലല്ല, യോഹന്നാൻ ജേർണലിസം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ യോഹന്നാൻ എഴുതിയതിന്റെ ഉദ്ദേശം എന്നാന്ന് പുള്ളി തന്നെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തു ദൈവപുത്രനായി ക്രിസ്തു വന്ന് എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്താൽ എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം. ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന എല്ലാവരും, കേൾക്കുന്നവർക്കും, സമീപവാസികൾ, സ്ഥലവാസികൾ, ദൂരത്തും ചാരത്തും ഇരുന്ന് ശ്രദ്ധിക്കുന്ന, ശ്രവിക്കുന്ന, കേൾക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം. അതിനാ എഴുതി. പാടാൻ വയ്യ, എന്നാലും ഇവരുള്ളത് കൊണ്ട് ഇരുണ്ട് ശീലം പാടാം. എന്താ, അറിയാവുന്നവരും ചേർന്ന് പാടിക്കുവാണ്. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി, നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് ക്രൂശിലേറി, പാട്ട് പാടുമ്പം എൻ്റെ ശബ്ദം കൊള്ളുകയില്ല, സ്വരമൊന്നും നല്ലതല്ല. നിങ്ങൾക്കും അറിയാം, എവർക്കും അറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും പാട്ട് പാടുമ്പോൾ ഇത് മേളിൽ നിൽക്കണം. ഇതിൻ്റെ എല്ലാം ശബ്ദം ഞാൻ പാട്ട് പാടുമ്പോൾ ഇച്ചിരി താന്ന് നിൽക്കണം. ചിലപ്പോൾ ഇവർക്ക് ഞാൻ വായിക്കാൻ അവസരം കൊടുക്കും. അപ്പം അന്നേരം ഓളിയം കൂട്ടിക്കണം. ഞാൻ പാടുമ്പോൾ ഇതെല്ലാം താന്ന് നിൽക്കണം, ഇത് മേളിൽ നിൽക്കണം. മനസ്സിലായല്ലോ? ഏതായാലും ഇന്ന് യോഗം തീരുക, ചൊവ്വനെ നമുക്ക് നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാണ് ഇത് എഴുതിയത്? അവിടെ എഴുതിയിട്ടുണ്ട്. എഴുതിയത് എന്തിനാണ്? ആ മോനെ അവിടെ അടക്കരുത്. അതാരുടെ മോനെ? ഇരേടാ അവിടെ അവന് ഓടി നടന്ന് ഉരുണ്ട് വീണെങ്കിൽ പിന്നെ യോഗം കൂടെ അവിടെ പോകും. അപ്പൊ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചെന്ന് പോയാ പോരാ, നിത്യജീവനും പ്രാപിക്കണം. അതിനാണ് ഇത് എഴുതിയത്. ലേഖനം എന്തിനാ എഴുതിയത്? 5:13 വായിച്ച യോഹന്നാന്റെ 1-ാം ലേഖനം 5:13. അണ്ട കണ്ണിക തുടങ്ങുന്നിടത്ത് വലതുവശത്തെ താഴെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിരും. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാ. പുള്ളിക്ക് കാശുണ്ടാക്കാനൊന്നും അല്ല. എന്നാ കുറെ പുസ്തകം എഴുതി കിട്ടുന്ന ഉള്ളതാട്ടെ, വിൽക്കാനും 10 പേരെ ഏൽപ്പിച്ചു. 250 രൂപയുടെ പുസ്തകമാണ്. ഇപ്പൊ കൺവെൻഷൻ പ്രമാണിച്ച് 100-ന് അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെ ഉള്ളതാട്ടെ. സ്തോത്രം. ഞാനതിന് എതിരൊന്നുമല്ല. ഞങ്ങൾ ഒരു കൺവെൻഷൻ വന്നപ്പോൾ ഒരാൾ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു അച്ചാനുണ്ടാ പറഞ്ഞു, അച്ചായ 250 ഇപ്പം കൺവെൻഷൻ പ്രമാണിച്ച് ദൈവനാമത്തിൽ. പുള്ളി പറഞ്ഞു, നീ ദൈവത്തിന് ലാഭമൊന്നും ഉണ്ടാക്കേണ്ട, 250 കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. അവൾ എന്തിനാ ഇത് ലേഖനം എഴുതിയത്? ഒന്നുകൂടെ വായിച്ചോ മോനെ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, അമ്മാച്ചന്റെ മോനല്ലേ? വായി. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഇരിപ്പ് കണ്ടാലൊന്നും തോന്നുകയല്ല. നിത്യജീവൻ ഉണ്ടെന്ന് ഐസിയുന്ന് കൊണ്ടിറക്കിയത് പോലെ ആയിരിക്കുന്നത്. രോഗം തീരുന്നതിന് മുന്നേ വീണ്ടും ആംബുലൻസ് വരണം എന്നുള്ള ചിന്തയോടെ ചിലരുടെ ഇരിപ്പ്. ഒന്നും വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് വായിച്ച മോനെ.
നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ആ. നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അറിയണം അറിയണം അറിയണം. കപ്പും കടയില്ലാതല്ല വന്നിരിക്കുന്നത്, നിത്യജീവൻ ഉണ്ടെന്ന്. ആ മുഖഭാവം കാണുമ്പോൾ അറിയണം, സ്തോത്രം കേൾക്കുമ്പോൾ അറിയണം, ഹല്ലേലൂയ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകണം, ആ കൈയടിയും കൈ ഉയർത്തി ഹല്ലേലൂയ പറയുമ്പോൾ മനസ്സിലാക്കണം നിത്യജീവൻ ഉള്ളതാണ്. അതങ്ങനെ മനസ്സിലാക്കണം. പിന്നെ സ്തോത്രം. ഇത് ചിലരുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലായിട്ടിരിക്കുക, വയ്യ, കണ്ടമാനം വിമിഷ്ടമുണ്ട്. നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഒന്നുകൂടെ വായിച്ചോ. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിത്യജീവനുണ്ടെന്ന് അറിയണം. എന്നാ ഇത് എഴുതിയത്? കാരണം അവിടുന്ന് ജീവന്റെ ഉടയവനാണ്. അപ്പൊ എഴുത്തിന് ഉദ്ദേശം ഉണ്ടെന്നാ ഞാനീ പറഞ്ഞ. ചുമ്മാ എഴുതിയതല്ല. അത് യോഹന്നാന്റെ സുവിശേഷം 9:4 വായിച്ചത്. ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് 21 പുസ്തകം ലേഖന പരമ്പരകളാണ്, ഉപദേശ വിഷയങ്ങളാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകം, മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്ത പുസ്തകം. ഈ 8 എഴുത്തുകാരിലും വ്യത്യസ്തന യോഹന്നാൻ യേശുവിനെ നല്ലതുപോലെ സ്നേഹിച്ചയാളാണ്. പുള്ളിക്കും അറിയായിരുന്നു യേശു സ്നേഹിച്ചെന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു മറ്റാരും അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ പുള്ളി കൂടെ പറഞ്ഞ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് വെച്ച് മറ്റുള്ളവരെ യേശു സ്നേഹിച്ചില്ലെന്നല്ല അതിന്റെ അർത്ഥം. യോഹന്നാന് തോന്നുക എന്നെയാ കൂടുതൽ സ്നേഹിച്ചെന്ന്. നമുക്കെല്ലാം അത് തോന്നണം. ഇത് നമ്മുടെ ഇരിപ്പ് കണ്ട അവനെയാ സ്നേഹിക്കുന്നത്, എന്നോട് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും എന്നാന്ന്. ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണ് മേളിലോട്ട് ഉരുട്ടിയുള്ള അങ്ങോട്ട് പോകും. പുള്ളിയാടാ സ്നേഹം, എന്നോട് പുള്ളിക്ക് അല്ലെങ്കിലും പുള്ളിക്ക് എന്നോട് കയറുവാ. അങ്ങനെയല്ല യോഹന്നാന് തോന്നുക എന്റെ യേശു എന്നെയാ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ ചിന്ത വരണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവരേക്കാളും ഉപരി, ദേശത്തുള്ള എല്ലാവരേക്കാളും ഉപരി, നാട്ടിലുള്ള എല്ലാവരേക്കാളും ഉപരി എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു. അതാ ദൈവ സ്നേഹത്തിന്റെ ആഴം നമുക്കങ്ങ് തോന്നുക. ആഴമരായി വതിൻ ആരറിവോ ആയിരം ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിന ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ ഏതുമൊരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെഴുതോ സ്നേഹമിതാൽചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടെ നീ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോള. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന് തോന്നുക യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്നെയാണ്. പുള്ളിയും യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു. അതിനൊരു തെളിവ് അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ പീഡകളും പങ്കപ്പാടുകളും വ്യതകളും വേദനകളും ഒക്കെ സഹിച്ച് ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിന്ന് പോകാഞ്ഞ ആളാ യോഹന്നാൻ. ബാക്കി എല്ലാവരും മിക്കവരും അകലം വിട്ടും മുങ്ങി. നമ്മളെല്ലാം സ്നേഹിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സ്വയരക്ഷ നോക്കുന്നവരാ. ഒരു പ്രശ്നം വന്നേ അന്നേരം മുങ്ങും, എന്നുവെച്ച് പിറ്റേന്ന് വന്ന അഭിപ്രായം പറയും. പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കുകയല്ല, എല്ലാവരും അങ്ങനെ സ്വയരക്ഷ.
യോഹന്നാൻ മുങ്ങിയില്ല, ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. അവിടുന്ന് ക്രൂശിൽ കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പം സ്നേഹിച്ച ശിഷ്യൻ കൂടെയുണ്ട്. ബാക്കി പലരും ഇങ്ങനെ കണ്ണ് പരതി ഒന്ന് നോക്കി, കണ്ടില്ല. സ്തോത്രം. പക്ഷെ യോഹന്നാൻ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. അതുകൊണ്ട് അവിടുന്ന് യോഹന്നാനെ ഒരു ശുശ്രൂഷയും കൂടെ ഏൽപ്പിച്ചു. പിന്നെ പറഞ്ഞത് അമ്മ വേണ്ടെന്ന് പറഞ്ഞു. അമ്മയെ നോക്കിക്കൊണ്ട് അമ്മയെ ആരാധിക്കണമെന്നല്ല പറഞ്ഞ, അമ്മയുണ്ട്, അമ്മയോട് പ്രാർത്ഥിച്ചോളൂ, അങ്ങനൊന്നും അല്ല പറഞ്ഞു. അമ്മയോടേ പ്രാർത്ഥിക്കാവൂ, ഞാൻ പോവുക, അങ്ങനൊന്നും അല്ല പറഞ്ഞു. അമ്മയെ സംരക്ഷിച്ചോണമെന്ന്. അല്ലാതെ അമ്മയെ വണങ്ങണമെന്നോ അമ്മയോട് പ്രാർത്ഥിക്കണമെന്നോ അമ്മയുടെ മധ്യസ്ഥത തേടണമെന്നോ ഞാനിതോടെ പോവാ, എൻ്റെ ഇടപാട് തീർന്നു, എൻ്റെ ആഫീസ് പൂട്ടി, ഇനിയും ബാക്കിയല്ല അമ്മയോട്, അങ്ങനൊന്നും അല്ല പറഞ്ഞു. അമ്മയെ സംരക്ഷിക്കണം, നോക്കണേ. നിങ്ങൾ നാടോട്ട് പഠിച്ച ആ ശിഷ്യൻ അന്ന് മുതൽ അമ്മയെ അവളെ അടുക്ക ചേർത്തണച്ചു. മറ്റേ 11 പേരെയും ഏൽപ്പിക്കാത്ത ഒരു ശുശ്രൂഷ യോഹന്നാനെ കർത്താവ് ഏൽപ്പിച്ചു. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷയൊന്നും പലർക്കും വേണ്ട. ഏതാ? അമ്മയെ അതും എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല. അമ്മയെ ഞാൻ അവൻ ബേബി എടുക്കലോട്ട് അവനായാലേതാ അവൻ നോക്കും. നമ്മൾ യേശുവിനെ പോലെ ഓരോരുത്തരെ അവിടെ അടങ്ങിയിരിക്കട്ടെ, എടാ അവിടെ അടങ്ങിയിരിക്കട്ടാ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഏൽപ്പിക്കും ഇപ്പം. അപ്പോൾ യേശു യോഹന്നാനെ ഈ ശുശ്രൂഷ പരമേൽപ്പിച്ചു. അതൊരു വലിയ മഹാഭാഗ്യമാണ്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് ഒരു ഭാഗ്യമാണ് കേട്ടോ. അതെ, എല്ലാവർക്കും ഈ ഭാഗ്യമൊന്നും വേണ്ട. 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മ, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പൻ, ആ അപ്പനെയും അമ്മയെയും സംരക്ഷിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ ഒരു വലിയ മഹാഭാഗ്യമാണ്. എല്ലാവരും ഒന്നും കല്ലേറ്റിയ പറഞ്ഞോ, എന്തിനെണ്ണോ പറഞ്ഞോളൂ, ഇനി ആരും പറയുകയും വേണ്ട, വേണ്ട വേണ്ട, അങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ട് പഴുകണ്ട. സ്തോത്രത്തിലൊക്കെ പറയാനൊക്കത്തില്ല. അല്ലൂലിയ പറയുമ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചുങ്ങൾ നോക്കി, എൻ്റെ മമ്മി ഇന്ന് വരെ നോക്കിയിട്ടില്ല അമ്മച്ചി, അതെന്നൊക്കെ അറിയാം, അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നെന്നും എനിക്കറിയാം. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പള്ളിയിൽ പോയത് കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ 5:30 കുർബാനയ്ക്ക് മഞ്ഞും പിടിച്ചവിടെ പോയി കുത്തിയിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. മാതാപിതാക്കളെ സംരക്ഷിക്കാതെ പെന്തിക്കോസിൽ പോയിട്ടും കാര്യമൊന്നുമില്ല. വെറുതെ തമ്പേറടിച്ച് ഒട്ടിക്കാന്നല്ലാതെ കൈയുടെ ഓരോ വേദനിച്ച് ഈ വേപ്പൊട്ടിങ്ങി ചാടിയ നടുവിൻ്റെ കണ്ണിയാകലും. പിന്നെ പറയും ഞങ്ങൾ തിരുമിക്കാൻ പോയി, ഇവിടെ പൂവാറ്, അവിടെ അമ്മ ഇങ്ങനെ കിടക്കുകയും ചെയ്യാൻ, കടലും കാണാം. പൂവാറിലുണ്ട്. ഇടയാന്തികളെ വിളിച്ചോൻ പറഞ്ഞു പൂവാറ് തിരുമിച്ച് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യം പറഞ്ഞത്. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ അവരെ അന്വേഷിക്കാതെ പെന്തിക്കോസ് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ 5:30 കുർബാനയ്ക്ക് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പള്ളിയെ കയറിയ പള്ളിയുടെ മോന്തളം അടിഞ്ഞ് നിന്റെ നെഞ്ചത്ത് വീഴും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ മക്കയ്ക്ക് പോയിട്ടോ മദീനയിൽ പോയിട്ടോ മലയ്ക്ക് പോയിട്ടോ ഗുണമില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. അതാ വേദപുസ്തകത്തിലെ ഇതൊക്കെ വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയേക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇതുങ്ങൾ കടന്ന് അലപ്പറ ഉണ്ടാക്കി വെച്ച് പോവുക, നല്ല എന്ത് കാര്യമായി എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലര് പറയുന്നതെല്ലാം വേറെയാ. ഏതാ? സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ പറ്റി പറഞ്ഞ് സ്വഭാവം ഇപ്പം മൃഗം പോലെ. ഒരു കാരണയോ ദയോ ആർദ്രതയോ ഒന്നും വല്ല മയമാണ്. ഞങ്ങളിപ്പോൾ ഇതിലെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു മുന്നോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ ചെന്നപ്പം ഫോറസ്റ്റിലെ അവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ ഒരു പ്രിയപ്പെട്ടവനുണ്ട്. ഞാൻ ചോദിച്ചു അങ്ങോട്ട്, അതിനെയും വിടുകയല്ലെന്ന് പറഞ്ഞു. അതിന് ചെറിയ മൃഗങ്ങളൊക്കെ ഇറങ്ങും, കരടി കടുവായും പുലിയൊക്കെ വരുമെന്ന് പറഞ്ഞു. ആനയൊക്കെ വല്ല മയമുണ്ടോ? ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്ന ആളെന്ന് ആനയോട് പറഞ്ഞ്
അതിന് പറയും ഇന്നുകൊണ്ട് പ്രസംഗം നിർത്തുക എന്ന് പറയും. നീ പ്രസംഗിക്കണ്ട, ഇതുവരെ പ്രസംഗിച്ചതൊക്കെ മതി. അപ്പൊ ഇതിന് മൃഗത്തിന് മര്യാദയൊന്നുമില്ലല്ലോ. ഈ മൃഗത്തെ പറ്റി പറഞ്ഞ് പറയുന്ന പുള്ളിക്കും കേൾക്കുന്ന നമുക്കും, അല്ല ഞാൻ പറഞ്ഞ എനിക്ക് ഏതാണ്ട് മൃഗത്തിന്റെ സ്വഭാവമായിട്ട് വന്നിരിക്കും. അതെ, ഒരു കാരണയോ ഒരു പിച്ചക്കാരൻ വന്നാൽ പോലും 10 പൈസ കൊടുക്കുകയല്ലേ, മൃഗമാണ്. എല്ലാവരുടെയും കാര്യമല്ല. ബാക്കി ഇവിടുത്തെ രീതി അറിയത്തില്ല. അവിടെയൊക്കെ അങ്ങ് കുമ്പനാട് തിരുവല്ല, കോന്നി, റാന്നി, അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ, കൊട്ടാരക്കര, അടൂരൊക്കെ എല്ലാ വീട്ടിലും അല്ല, ചില വീട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു. അപ്പൊ ഇത് വായിച്ചു നമ്മളെന്ന് അകത്തോട്ട് എല്ലാന്ന് പറഞ്ഞ് നമ്മൾ ഗേറ്റിൽ എഴുതി വെച്ചാൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക. എന്തിനാ ഇത് രണ്ടും കൂടെ എഴുതി വെച്ചേക്കുന്നത്? രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കരുണ വേണ്ടേ, ആർദ്രത വേണ്ടേ? വേറെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, കാരണം ചിലരുടെ മുഖത്ത് വല്ലാത്തൊരു വൈക്ലഭ്യമൊക്കെ കാണുന്നു. അപ്പൊ അവർ ചിന്തിക്കും, ദൈവമേ ഇന്ന് മിക്കവാറും മെനക്കേടാന്നാ തോന്നുന്നു, പുള്ളി ഇത് തന്നെ പറഞ്ഞത്, ഞാനാന്നേ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തതുമല്ല. ഇനി ഇടയ്ക്ക് അങ്ങ് എഴുന്നേറ്റ് പോയ അയാൾക്കാന്നേ ബോധമുള്ളവന്നല്ല വല്ലതും വിളിച്ചും പറയും. എന്തോ ചെയ്യാൻ നിങ്ങൾ വളരെ വിഷമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിന് നിന്ന് പറയുന്നത്, നമുക്ക് ഭാഗം വിട്ടേക്കാം, വെറുതെ എന്തിനാ ഒരു അലോഗ്യം ഉണ്ടാക്കി പോകുന്നത്. എന്തായാലും മാതാപിതാക്കളെ ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം. യോഹന്നാൻ ഈ കാര്യം ഏറ്റെടുത്തു, യേശു ഏൽപ്പിച്ചു. മറ്റ് 11 പേർക്കും കൊടുക്കാത്തൊരു ശുശ്രൂഷ യോഹന്നാന് ദൈവം, അതുകൊണ്ട് 11 പേർക്ക് ലഭിക്കാത്ത ചില കാര്യങ്ങൾ യോഹന്നാന് ലഭിച്ചു. മറ്റെല്ലാവരും ഒരേ നിലയിലുള്ള എഴുത്തെഴുതിയപ്പോൾ യോഹന്നാനെ കൊണ്ട് വ്യത്യസ്ത എഴുതിപ്പിച്ചു. മത്തായി ഒരു പുസ്തകം എഴുതി, യേശുവിന്റെ ചരിത്രം. മർക്കോസും ഒരു പുസ്തകം എഴുതി, യേശുവിന്റെ ചരിത്രം. ലൂക്കോസ് 2 പുസ്തകം എഴുതി, ഒന്ന് യേശുവിന്റെ ചരിത്രവും ഒന്ന് സഭയുടെ ചരിത്രവും, ആദിമസഭ. പൗലോസ് 3 സ്വർഗത്തോളം ഒക്കെ എടുക്കപ്പെട്ട് മിടുമിടുക്കന, പക്ഷേ ഒരേ നിലയിലുള്ള ലേഖനങ്ങളാണ് എഴുതിയത്, 14 ലേഖനം. യാക്കോബും 1 ലേഖനം, യൂദയും 1 ലേഖനം. പക്ഷേ പത്രോസും ലേഖനം എഴുതി, 2 ലേഖനം. പക്ഷെ യോഹന്നാനെ കൊണ്ട് വ്യത്യസ്ത നിലയിലാണ് എഴുതിപ്പിച്ചു. ഒരു സുവിശേഷ പുസ്തകം എഴുതിച്ച് 3 ലേഖനം എഴുതിപ്പിച്ച് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാവുന്ന വിഷയം വെളിപ്പെടുത്തി, വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം. എനിക്കാരും പരിപാടിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാനെ കൊണ്ട് ആ നിലയിലാ ദൈവം ചെയ്യിപ്പിച്ചത് ശുശ്രൂഷ. ഞാനിങ്ങനെ പറയുന്നത്, മറ്റ് 7 പേർക്കും വെളിപ്പെടാത്ത കാര്യങ്ങളും വെളിപ്പെടുത്തി. യോഹന്നാന്റെ ഒരു വിശേഷത 4-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച വെളിപ്പാട് പുസ്തകം 4:1. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത്. അപ്പൊ ഇവിടെ കയറി വരാൻ അങ്ങനെയല്ല, യോഹന്നാനോടാ ഇത് പറഞ്ഞു. നീ കയറി വരാൻ മറ്റാരോടും പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, കർത്താവ് പറയുന്നു. പക്ഷെ യോഹന്നാനോട് പറഞ്ഞു, കയറി വരാൻ, പറഞ്ഞു കയറി വാ. ദൈവത്തിന് മകൻ ഇങ്ങോട്ട് വെക്കാം, അതാണ് എനിക്ക്. ഓ, എന്നാലും എന്റെ ദേഹത്തില്ല. മിക്കവാറും ഏതും തോട്ടത്തിലെ പോലെ പ്രസംഗിക്കേണ്ടി വരും. അപ്പോൾ മറ്റ് പലർക്കും
ലഭിക്കാത്ത ഒരു കാര്യമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം കൊടുത്തത്. നമുക്ക് മുമ്പോട്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലത്. നിന്ന് പറയാം. അപ്പോൾ സുവിശേഷം ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകം കിടക്കണ്ടേ ഇനിയിപ്പം കുഴപ്പമില്ല. വെട്ടം പഠിച്ചു അങ്ങോട്ട് പോകുന്നത് കുഴപ്പമില്ല. ഒരു പാട്ടങ്ങ് പാടുന്നതല്ലേ, എന്നേച്ചു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ സുഹൃത്തേ. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ല നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി പിന്നില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ മാറ്റിടുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ ജയം ഹല്ലേലൂയാ യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എനിക്ക് ഇച്ചിരി കാറ്റും കിട്ടും. ഇതെല്ലാം വരുവൊക്കെയാണ്. ഇച്ചിരി നേരം ഇരുന്നൊന്ന് പറയാം. കാലിനും വേദനയുണ്ട്. പണ്ടൊരാൾ പറഞ്ഞ് ഇരുന്ന് പ്രസംഗിക്കാം. അവർ പറഞ്ഞ് കിടന്ന് കേട്ടോളാന്ന് പറഞ്ഞു. കിടന്ന് കേൾക്കണ്ട, നിങ്ങൾക്ക് കസേരയുണ്ട്. നമ്മളെല്ലാം സമശിക്ഷാവിധിയിൽ ഇന്ന് ഫാൻ കൊണ്ടുവന്നത് വലിയ ഉപകാരമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാനെ കൊണ്ട് ദൈവം വ്യത്യസ്ത നിലകളിലായി എഴുതിപ്പിച്ചത്. 1 ഒരു സുവിശേഷ പുസ്തകം, 2 3 ലേഖനങ്ങൾ, 3 ആർക്കും വെളിപ്പെടാഞ്ഞ വിഷയം ദൈവം മറനീക്കി വെളിപ്പെടുത്തി കൊടുത്തേച്ച് പറയാ, ഇനി കയറി വരാൻ. ഇത് മറ്റു ശിഷ്യന്മാരോട് ആരോടും പറഞ്ഞില്ല, നീ കയറി വരാൻ. അതെന്താ കാര്യം? യേശുവിനെ നല്ലതുപോലെ സ്നേഹിച്ചു. ഫാനിന്റെ ഇതുകൊണ്ടാ ശബ്ദം വരുന്ന. കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് മാറ്റണം. അല്ല കുഴപ്പമില്ല, ഭാഷ കൊണ്ടിരുന്നു. ഇനി ഫാനില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊന്ന് പറഞ്ഞോളാം. ഇതെല്ലാം വെച്ച് വരുമ്പോൾ സമയം പോകും. നിർത്തിക്കോ, വേണേ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇട്ടോളാം. എന്നാലും അത് നിർത്തിക്കോ, വേണേ ഞാൻ പിന്നെ ഇട്ടോളാം. ഓഫാക്കി വേണ്ട, ഞാൻ വേണേ ചെയ്തോളാം. ശബ്ദം ചെയ്തു അവിടെ നിർത്താം. മതി, വേണേ ഞാൻ പിന്നെ ചെയ്തോളാം. ശിവദാസൻ ഇരുന്നു. നാട്ടുകാരോട് വയ്യാവേലി ഞാനല്ലേ എന്ന് വിളിച്ചെന്നോളൂ. അപ്പൊ
അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാനെ കൊണ്ട് ദൈവം വ്യത്യസ്ത നിലകളിൽ എഴുതിപ്പിച്ചു. തന്നെയല്ല, യേശു ക്രിസ്തുവിനെ പറ്റി നല്ല വെളിപ്പാടും കണ്ടു. 1-ാം അധ്യായത്തിന്റെ 5-6 വായിച്ച യേശു ക്രിസ്തു ആരാ? വെളിപ്പാട് പുസ്തകം 1-5-6. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. യേശു ആരാണെന്ന? ഒന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. പിന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വിശേഷതയാണ്. ഒന്ന്, അവിടുന്ന് വിശ്വസ്ത സാക്ഷി. 2, മരിച്ചവരിൽ ആദ്യജാതൻ. 3, ഭൂരാജാക്കന്മാർക്ക് അധിപതി. അതാ നമ്മുടെ കർത്താവ്. 6-ാം വാക്യം കൂടെ വായിച്ചു. നമ്മെ സ്നേഹിക്കുന്നവനും. 3, നമ്മെ സ്നേഹിക്കുന്നവനായ യേശു. പിന്നെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വം. ദൈവത്തിന് മഹത്വം. ഈ വെളിപ്പാടൊക്കെ യോഹന്നാനെ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി തേജസ്കരിക്കപ്പെട്ട യേശുവിനെ ദർശിച്ചു. 1:13 മുതൽ വായിച്ച് തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാനത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. അതേ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയും യോഹന്നാൻ ദർശിക്കുക. സ്വർഗം തുറന്നു വെച്ച് പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. മാത്രമാണോ? ആ പുതിയ യെരൂശലേമിന്റെ വർണ്ണനയൊക്കെ യോഹന്നാൻ അധികം വെളിപ്പെടുത്തി കൊടുത്തു. മറ്റു ശിഷ്യന്മാർക്ക് ആർക്കും സ്തോത്രം. പർദീസായുടെ വർണ്ണന, സ്തോത്രം, എന്തെല്ലാം വിഷയങ്ങൾ. 1000 ആണ്ട് വാഴ്ച, ഒത്തിരി വിഷയങ്ങൾ. ഇതെല്ലാം യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കാരണം യേശുവിനെ നല്ലപോലെ സ്നേഹിച്ചു. യേശുവും സ്നേഹിച്ചു. ഏൽപ്പിച്ച കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്തു. അങ്ങനെയുള്ളവരെ ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കും. ഞാൻ ഇന്ന് പകല് സഭയിൽ വചനം പറഞ്ഞപ്പോൾ യോശുവയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ യോശുവയെ വലിയവനാക്കിയെന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനല്ലയോ? അതാ സകല ജനവും കാണുക എന്നെ വലിയവനാക്കിയെന്നാ. ഒന്ന് വായിച്ചേര്. 4:11 ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം കാണുകയും യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു. മോശ കൽപ്പിച്ചിരുന്നത് പോലെ രൂപേന്യരും ഗാന്ധ്യരും. എത്രയാ വായിക്കുന്നത്? 11 വായിച്ചു. 14 വായിച്ചേ. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി. അങ്ങനെയുണ്ട്, വലിയവനാക്കി. ഒറ്റ രാത്രി കൊണ്ടൊന്നും വലിയവനാകാൻ ഒക്കുകയല്ല. നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് വലിയവനാകാൻ ശ്രമിക്കുക. ഒറ്റ രാത്രി കൊണ്ട് മാസ്റ്റർമാരാകുന്ന ആൾക്കാരുണ്ട്. ഉറങ്ങാൻ കിടന്ന പോലും കുഴപ്പമില്ല. നേരം വിളിക്കാൻ റവറൻ്റായിട്ടാകുന്നത്. പുസ്തകക്രമം പോലും അറിയാൻ എല്ലാവരുടെയും കാര്യമാണ് ഈ പറഞ്ഞത്. രാവിലെ നോക്കുമ്പോൾ പാസ്റ്റായി. എപ്പം? ഇന്നലെ രാത്രി 12:00 ആയിക്കോട്ടെ. ഒരു ശുശ്രൂഷ ചെയ്യാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാൻ മേല, ആശീർവാദം അറിയാൻ മേല. ആശീർവാദം പിന്നെ കണ്ണുനീരും പ്രാർത്ഥന നിലവിളിയായിട്ടാണ് പര്യവസാനിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ടാണ്. ഒറ്റ രാത്രി കൊണ്ട് ആർക്കും വലിയവനാകാൻ ഒക്കത്തില്ല. പണ്ട് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, പൂക്കുന്ന മജിസ്ട്രേറ്റ് ആയിരുന്നു. പെട്ടെന്ന് വല്ലോ മജിസ്ട്രേറ്റ് ആകാൻ പറ്റുമോ? എന്ത് പഠിക്കണം, എന്ത് നന്നായിട്ട് പഠിക്കണം. പഠിക്കുക മാത്രമാണോ? പ്രാക്ടീസ് ചെയ്യണ്ടേ? പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ നിൽക്കണ്ടേ? കേസ് വാദിക്കണ്ടേ? കാര്യങ്ങൾ ഓർത്തിരിക്കണ്ടേ? നിയമപുസ്തകം പഠിക്കണ്ടേ? എന്ത് മേഖലകൾ കിടന്നാലാ ആ ഉന്നതമായ നിലയിലെത്തുന്നത്? ആത്മീയത്തിലും ഇതൊക്കെ തന്നെ. ഒറ്റ രാത്രി കൊണ്ടൊന്നും വലിയവനാകാൻ ഒക്കത്തില്ല. എല്ലാവരും കാണെ ദൈവം യോശുവയെ വലിയവനാക്കുന്ന, യഹോവ വലിയവനാക്കുന്ന. ഇന്ന് ദൈവം ഒന്നുമല്ല വലിയവനാക്കുന്നത്, ചിക്കടികളെല്ലാം കൂടി പിന്നെ 10 പേര് നിന്ന് അങ്ങ് പറയുക ശ്രേഷ്ഠനാണ്. അങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷേ ദൈവം വലിയവനാക്കണം. ദൈവം വലിയവനാക്കണം.
യോശുവയെ ദൈവം വലിയവനാക്കാൻ കാരണം ഒത്തിരിയുണ്ട്. ഞാനിന്നും വചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിന് ഒന്ന് അനുസരണമുള്ളവനായിരുന്നു. നിങ്ങൾ 17:10 വായിച്ച് ഈ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നമ്മുടെ വിഷയമല്ലെങ്കിലും പെട്ടെന്ന് പരാമർശം വന്നതുകൊണ്ട് 17:10. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അത് അനുസരണ ഉണ്ടായിരുന്നു. നടത്തിപ്പുകാര് പറയുന്നത് പോലെ ചെയ്തു. നടത്തിപ്പുകാരും അങ്ങനത്തെ പറയാവൂ. നടത്തിപ്പാന്നും പറഞ്ഞ് വായി വരുന്നതല്ല. ഞാൻ സെൻട്രൽ പാസ്റ്റർ സഭയുടെ പ്രസിഡന്റാ, ഓവർസിയറാ, സൂപ്പറുണ്ടാന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. വചനത്തിനും പ്രമാണത്തിനും ദൈവത്തിനും നിരക്കുന്നത് പ്രാർത്ഥിച്ച് നടത്തിപ്പിൽ പറയണം. അപ്പോൾ കൂടെ നിൽക്കുന്നവര് ആ നടത്തിപ്പിനെ അനുസരിക്കണം. ഇതായതിന്റെ പ്രമാണം. സ്തോത്രം. മോശെ പറഞ്ഞതുപോലെ അങ്ങനല്ലയോ മോനെ? ഒന്നുകൂടെ വായിച്ചേ. എല്ലാം മറക്കും. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അതാ ചെയ്യുന്നത്. വലിയവനാകണമെങ്കിൽ അങ്ങനെ ചെയ്യണം. 2, കൂടാരം വിട്ടുപിരിഞ്ഞില്ലെന്നാണ്. 33:11 വായിച്ചു. പുറപ്പാട്. ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. കൂടാരത്തെ മോശയിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പക്ഷേ യോശുവ കൂടാരത്തിലുണ്ട്. കൂടാരം വിട്ടുപിരിയാതെ അതിനകത്ത് കിടന്ന് ഉറങ്ങുകയല്ല. നമ്മുടെ അതിന് കൂടാരം വിട്ടുപിരിയാ ദിവാങ്കോട്ടുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഞങ്ങൾക്കൊരു ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ ഉപവാസം എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കും, കുളിച്ച് വസ്ത്രമൊക്കെ മാറി കുളിച്ച് എല്ലാം റെഡി ആയിട്ട് നേരെ അകത്തോട്ട് കയറും, പുതപ്പിനടി കിടന്ന് ഉറങ്ങും. ഉപവാസമാണ്. ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിച്ചേച്ച് വീണ്ടും കിടന്നു. യോശുവ അങ്ങനെയൊന്നുമല്ല. കൂടാരം വിട്ടുപിരിയാതെ കൂടാരത്തിൽ ഇത്തിരി കാര്യങ്ങളുണ്ടെന്ന് അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. അതിനകത്ത് സ്റ്റൂളില്ല, ബെഞ്ചില്ല, കസേരയില്ല, ദിവാങ്കോട്ടില്ല, കട്ടിലില്ല. സമാഗമന കൂടാരത്തിലും അങ്ങനെ തന്നെ നിന്ന് ശുശ്രൂഷിക്കണം. ഇതുപോലെ കസേരയൊന്നുമില്ല. ആ കൂടാരത്തിനകത്ത് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണം, നോക്കണം. യോശുവ ഉത്തരവാദിത്വത്തോടാണ് നിൽക്കുന്നത്. എടുത്തു വായിപ്പിക്കുന്നില്ല. ഈ വചനങ്ങളെല്ലാം യോശുവ കല്ലേൽ എഴുതി, അല്ലേ? എഴുതുക മാത്രമല്ല, അത് പ്രമാണിച്ചു. നമ്മൾ എഴുതുന്നതേ ഉള്ളൂ, പ്രമാണിക്കുന്നില്ല. ചില എഴുതുമല്ലോ, മതിലേൽ എഴുതി വെക്കും. കർത്താവാകുന്ന യേശുക്രിസ്തു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം. എഴുതിയ പുള്ളിക്കും വിശ്വാസമില്ല. അതിനകത്ത് താമസിക്കുന്ന പലർക്കും എല്ലാവരുടെയും കാര്യമല്ല, എഴുതുന്നുണ്ട്. ഒന്ന് എഴുതണം. എഴുതുന്നത് വിശ്വസിക്കണം, അനുസരിക്കണം, ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എഴുതാൻ പോകരുത്. ചിലരെ വണ്ടിയിലൊക്കെ എഴുതും ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഒരുത്തരം കേട്ടുകയല്ല. അങ്ങനെയാണ് എഴുതരുത്. ഗിഫ്റ്റ് ഓഫ് ഒരു വിശ്വാസം നിൽക്കാൻ സ്പീഡ് കൂട്ടുക. അന്നേരം അവൻ പറയുന്നത് ഈ കാലിന് വ്യായി കൊടുത്തതാന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ബൈക്കേലും കാറിലും എഴുതി ഷാലോ പോകുന്നത് 110 എഴുതി വെച്ചേക്കുന്ന പൊടി പറപ്പിച്ച് പൂഴി പറപ്പിച്ച് മഴയുടെ സമയത്ത് ചെള്ളയിലോട്ട് ചാടിച്ച് റോഡ് നിന്നവന്റെ എല്ലാം ദേഹത്ത് എഴുതി വെച്ചിരിക്കുക ഷാലോ. അവൻ പ്രാകുക നിന്നെ. എന്തിനിങ്ങനെ എഴുതി വെക്കുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇതിനോട് പറഞ്ഞിട്ട് അത്ര ഏക്കുന്നില്ലെന്ന് തോന്നുന്നു. എഴുതുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചേ എഴുതാവൂ. മനസ്സിലായോ? ഒരു സ്ഥലത്ത് ചെന്നപ്പോ എഴുതി വെക്കുക കിണറ്റിന്റെ അവിടെ ഈ വെള്ളം കുടിക്കുന്നവനല്ല. പിന്നെ ആരും ചോദിക്കുകയല്ല, ആരും ചോദിക്കത്തില്ലല്ലോ. പിന്നെ ആ വാക്യം അവിടെ എഴുതേണ്ട വാക്യമാണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വേറൊരു വീട്ടിൽ ചെന്നപ്പോ എഴുതി വെക്കുന്നു
ഒരു മുറി അപ്പം തിന്നുകൊണ്ട് പോകാന്ന്. 3/4 മണിക്കൂർ ചായ പോലും കൊടുത്തില്ല. ഒരു മുറി അപ്പം തിന്ന് വിശപ്പടക്കിയിട്ട് ഞാൻ നിർമ്മിത കഥയൊന്നും പറയല്ല, എഴുതുന്നതൊക്കെ കൊള്ളാം, വളരെ സൂക്ഷിച്ചോണം. അപ്പൊ യോശുവ വലിയവനാകാനുള്ള കാരണം ഇതാ. ഒന്ന്, നല്ല അനുസരണ. 2, കൂടാരം വിട്ട് പിരിയാതിരിക്കുക. കൂടാരം വിട്ട് പിരിയുന്നില്ല. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തെ അനുസരിക്കുന്നവരെ ദൈവം ചില കാര്യങ്ങളെ ഏൽപ്പിക്കും. പലർക്കും കൊടുക്കാത്തതും അനേകർക്ക് ലഭിക്കാത്ത ചില ശുശ്രൂഷകളുമൊക്കെ ദൈവം നമ്മെ പരമേൽപ്പിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വിജയം. നമ്മുടെ വിജയത്തിൽ വരെ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-2 കാര്യങ്ങൾ പറയാം. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണെന്ന് ഓർപ്പിച്ചല്ലോ. പ്രാരംഭത്തിൽ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. 5-ാമത്തെ പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവൃത്തി ആദിമ സഭയുടെ ചരിത്രമാണ്. അപ്പോ ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 4 പുസ്തകം ചരിത്ര പുസ്തകം, യേശു ക്രിസ്തുവിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം എന്തുവാ? ഈ ദിവസങ്ങളിലൊക്കെ ഇതാ ഇവിടെ മുഴങ്ങി കേട്ടത്. കഴിഞ്ഞ കൊല്ലോ ഇനിയും കർത്താവ് വരാൻ താമസിച്ചാൽ ഇനി ഇതെല്ലാം ഇവിടെ ഇതാ മുഴങ്ങുന്നത്. എന്തുവാ സുവിശേഷം? എന്റെ പ്രിയനെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, ആളെ കൂട്ടുകയല്ല, ബഹളമല്ല, വെപ്രാണമല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതുമല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതുമല്ല, ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി ആൾക്കാരെ ചേർക്കുന്ന മാർഗമല്ല, തോക്ക് കാണിച്ച് ഭീതി ഉണ്ടാക്കി ഇതിനകത്ത് ചേർക്കുകയല്ല. അല്ല, ഗുണ്ടായിസമല്ലിത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു, നസറായനാകുന്ന യേശു ക്രിസ്തു. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞ വാക്യം നമുക്കറിയാം. എങ്കിലും വായിച്ചോ 2:8 തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നമുക്കെല്ലാം മനഃപ്പാഠമാ, എന്നിരുന്നാലും വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാണ് സുവിശേഷം. ശ്രദ്ധിച്ചേ, ഇടിഞ്ഞാറുകാരോടെല്ലാം ശബ്ദപ്പെടുത്തി ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഇതാ പറയാനുള്ളത്. എന്തുവാണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളൂ. അതാ സുവിശേഷം. അല്ലാതെ മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല. സ്തോത്രം. സുവിശേഷം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു. ഓടിച്ചു മുമ്പോട്ട് പോകാം. എന്തിനാ ഈ സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറയാ കുറെ വയറ്റിപ്പഴപ്പുകാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. വേറെ ചില പറയാ ജോലിയും കൂലിയും ഇല്ലാതെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വേറെ ആൾ പറഞ്ഞു ഒരു പണിയില്ലാത്ത കുറെ അവന്മാര്. ഇത് ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ട് ഇത് ജോലിയാ. അയ്യോ, പിന്നെ പൗലോസൊക്കെ കൊടുത്ത പ്രയോഗം ഉദ്യോഗമെന്ന. ഇത് ഉദ്യോഗമാണ്, ഇത് ജോലിയാ. അത് നന്നായി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ചിലര് പല ചിന്താഗതിയാ. വയറ്റിപ്പഴപ്പാണ്. എല്ലാരും വയറ്റിപ്പഴപ്പിനല്ലയോ? എല്ലാം വയറ്റിപ്പഴപ്പ്. കോടികൾ ബിസിനസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ എന്തോ ഒരു ചാൻ വയറിന് വേണ്ടി ആ സാധനം. അതിനാ കുംഭകോണം, ഒരു ചാൻ വയറിന് വേണ്ടി. കുംഭകോണം നടത്തുന്ന വലിയ ആൾക്കാരോട് ചോദിച്ചാൽ എന്തോ ആ സാധനം, ഒരു ചാൻ. കോടികൾ അടിച്ചു മാറ്റിയിട്ടിരിക്കുക. ലോകബാങ്കിലാ പൈസ കൊണ്ട് ആ പുള്ളിയോടും ചോദിച്ചാൽ പറയും ഒരു ചാൻ വയർ. അപ്പൊ എന്തായാലും കൊള്ള ഇത് ഒരു തൊഴിലുമില്ലാത്തവർക്കുള്ള മാർഗമല്ല. സുവിശേഷം എന്തിനാ? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 വായിച്ചേ മോനെ. തീത്തോസ് 2:11 അറിവുള്ള വാക്യമാണ്. ഇന്ന് പറയുന്നതെല്ലാം അറിവുള്ള കാര്യമാണ്. മുമ്പേ പറഞ്ഞ പോലെ അറിയാത്ത കാര്യം എന്തിനാ പറയുന്നത്? അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും
മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നതാണ്. അപ്പൊ എന്തിനായി സുവിശേഷം? ഒറ്റ വാക്യം പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറായനാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ കുറെ ആൾക്കാരുടെ ദൈവമല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, ബ്രദർ, ബെന്തിക്കോസ്, ഒത്തിരി ഉണ്ടല്ലോ വകുപ്പുകള്. ഇവരുടെ ആരുടെ കുടുംബ സ്വത്തല്ല യേശു. യേശു മുഴുലോകത്തിന്റെ ദൈവമാണ്. കറുത്തവന്റെ മാത്രമല്ല, വെളുത്തവന്റെ മാത്രമല്ല, ഇരുനിറക്കാരന്റെ മാത്രമല്ല, അമേരിക്കക്കാരന്റെ ദൈവമല്ല, കേരളത്തിലുള്ളവരുടെ മാത്രം ദൈവമല്ല, ഇന്ത്യയുടെ ദൈവമല്ല, ആസ്ട്രേലിയക്കാരന്റെ ദൈവമല്ല. അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. യേശുക്രിസ്തു ഏകദൈവമാണ്. യേശുക്രിസ്തു സത്യദൈവമാണ്. യേശുക്രിസ്തു നിത്യദൈവമാണ്. യേശുക്രിസ്തു സാക്ഷാദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അതാണ് സുവിശേഷം. എന്നാ സങ്കടപ്പെട്ടു? പാട്ട് പാടാനുണ്ടാണ്. സങ്കടം. വാനിലും പൂവിലും മേലായ നാമ വന്നിത വല്ലഭ നാമമത. വാനിലും പൂവിലും ലയ നാമ വന്നിത വല്ലഭ നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത. യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈല് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഏത്തക്കൊല കൊണ്ട് കൊടുക്കണ്ട, പൂവൻകൊല കൊടുക്കണ്ട, കദളി കൊടുക്കണ്ട, ചെങ്കതികൾ കൊടുക്കണ്ട. ഇവിടെ ഒരു കപ്പപ്പഴം എന്നാ പറഞ്ഞത്, ഞങ്ങളുടെ ഇവിടെ കദളി എന്നാ. കപ്പപ്പഴവും കൊടുക്കണ്ട, ഏത്തക്കായും കൊടുക്കണ്ട, കോഴിയും വേണ്ട, താറാവും വേണ്ട, ആടും ഒന്നും വേണ്ട. ഇവിടെ പിന്നെ സ്വോത്രകാഴ്ച ചെയ്ത് പുള്ളി പരിവക്കേട് പറഞ്ഞത് കൊണ്ട് കൊടുത്തതാണ്. അത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. അവര് സാധുക്കളായ ദൈവകുഞ്ഞുങ്ങള് തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ദൈവകൃപയെ ശരണപ്പെട്ട് യോഗം നടത്തുക. അപ്പൊ അതിനൊരു സഹായത്തിനാണ്, അല്ല സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഇനി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും യോഗം കഴിയുമ്പോൾ കൊണ്ട് കൊടുത്തോണം. സ്വർഗത്തിൽ പോകാനല്ല, യോഗം ഭംഗിയായിട്ട് പര്യവസാനിക്കാൻ. അല്ലേ? മൈക്ക് സെറ്റുകാരനോട് വന്നിട്ട് എന്നെ വിട എന്ന് പറഞ്ഞാൽ പുള്ളി നേരം മുങ്ങരുത്. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. കവലയായിട്ട് പുള്ളി നിൽക്കുക, എന്നെ എപ്പോഴാണ് വിടുന്നത്? അപ്പൊ പുള്ളി പറയാം, നിന്നെ ഇപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് പുള്ളി സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ ഇത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. സ്വർഗത്തിൽ പോകാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ടെന്നായി പറഞ്ഞത്. ആടും വേണ്ട, മാടും വേണ്ട, കോഴിയും വേണ്ട, താറാവും വേണ്ട, മുട്ടയും വേണ്ട, കൊട്ടയും വേണ്ട, വട്ടിയും വേണ്ട, ചട്ടിയും വേണ്ട, പട്ടിയും വേണ്ട, കുട്ടിയും വേണ്ട. സ്തോത്രം. അല്ല, ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് തന്നെ എടുക്കാനാ? വായിച്ചേ മോനെ, മീക 6:6 വായിരും. മീക 6:6 വായിരും. പെട്ടെന്ന് വായിരും. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നത്? ചോദ്യമാണ്. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് വല്ലതും ആടിനെയും കാളയായിട്ട് ചെല്ലണോ? എന്തിനാ? അങ്ങോട്ട് ആടും കാളയൊന്നും വേണ്ട. കാട്ടിൽ ഇഷ്ടം പോലെ ആടും, കാട്ടാടും. എന്നാ മൂന്നാറ് ചെന്ന വരയാടിന്റെ അയ്യര് കളിയാ ഇഷ്ടം പോലെ. എന്നാണ് നമ്മൾ വെട്ടുവാനം വന്ന് മുരടിച്ച ഒരു ആടുമായിട്ട് ചെല്ലുന്നത്. ഇതെന്തിനാ? ഇത് ദൈവത്തിനാ. എന്തിനാ? ദൈവത്തിന് ഇതൊന്നും വേണ്ട, ആടൊന്നും വേണ്ടെന്ന് ദൈവത്തിന്. അപ്പൊ എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും. ആടുകളുമായി
സ്വന്തമായിട്ട് ചെല്ലാൻ പറ്റുമോ? അടുത്ത വാക്യം. 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? ദൈവത്തിന് ഒന്നും വേണ്ട, തൈലം ഒന്നും വേണ്ട. ദൈവത്തിന് തൈലം വേണ്ടെന്ന്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലെന്ന്. ഇത് ദൈവത്തിന് ആവശ്യമില്ല, തൈലം ഒന്നും വേണ്ട. അടുത്ത വാക്യം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തുവാ? ന്യായം പ്രവർത്തിക്കണം. ഒന്ന് ന്യായം പ്രവർത്തിക്കണം. ഇതാ ദൈവത്തിന് ഇഷ്ടം. ന്യായം. ഒന്ന് ന്യായം പ്രവർത്തിക്കണം. രണ്ട് ദയാതൽപരനായിട്ട് ഇരിപ്പാനും. 3 നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ ചോദിക്കുന്നത്? ദൈവത്തിന് ഇത് മതി. ഒന്ന് ന്യായം പ്രവർത്തിക്കണം. ഒത്തിരി കാര്യം നിന്ന് പറയേണ്ടതാണ്. അന്യായം ഒന്നും പ്രവർത്തിക്കരുത്. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ ആങ്ങളയ്ക്കോ ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. അടിച്ചു മാറ്റരുത്. അവർക്ക് കൊടുക്കേണ്ട വസ്തുവും കൂടെ കളയാധാരം ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത്. അതിന് മാന്തരുത്. അതിര് എന്നും പോയി അതിരെ നിൽക്കുക. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? കൊടുക്കണം. സഖായുടെ വീട്ടിൽ യേശു വന്നപ്പോൾ പറഞ്ഞത് നമുക്കൊരു കൺവെൻഷൻ വെക്കാന്നല്ല. യേശു ഏതെങ്കിലും പരുവത്തിന് വന്നിരിക്കുക 3 ദിവസത്തെ കൺവെൻഷൻ, പകല് പവർ കോൺഫറൻസും രാത്രി ഫയർ മീറ്റിങ്ങും അല്ലല്ല. ഇപ്പൊ അങ്ങനെ യേശുവിനെ കൊണ്ടുവന്നു. സഖായി പറഞ്ഞത് പിന്നെ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. പകുതി ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മനസ്സിലാക്കുക. ദൈവത്തിന് ഈ ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട. നിന്റെ അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, കിണിയും വേണ്ട, വണ്ടിയും വേണ്ട, വസ്തുവും വേണ്ട, ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടോ, ഞാൻ ദൈവത്തിന് 5 സെന്റ് കൊടുത്തെന്ന്. എന്ന് പറഞ്ഞാൽ പുള്ളി അപേക്ഷ പഞ്ചായത്ത് വെച്ചിരിക്കുകയായിരുന്നു. ദൈവമേ, എങ്ങനെയും എനിക്കൊരു 5 സെന്റ് സ്ഥലം വന്ന് കിടപ്പാടം. പൊട്ട, ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാകുന്നു. പകലിന് വാക്ക് പഠിക്കും, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഈ കാണുന്ന സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെതാണ്. ഇവിടെ ഒരാൾ പറഞ്ഞു, ഞാൻ ദൈവനാമത്തിൽ ഒരു തേക്ക് കൊടുക്കുന്നു. ദൈവത്തിന്റെ തേക്ക് അണ്ടിഞ്ഞോട്ട് വന്നപ്പോ തേക്കിന്റെ അയ്യരുകളിയാ. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിന്, ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. നിന്റെ തേക്കും വേണ്ട, ഈട്ടിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യം. ദൈവത്തിന് നിന്നെ ആവശ്യം. ദൈവസന്നിധി വരുമ്പോ ഇങ്ങനെയൊക്കെ പറ, കർത്താവേ, എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, പക്ഷെ എന്നെ നിനക്കായിട്ട് തരിക. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്ന് മോദമായി. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിരുന്നേ ഞാൻ ഇന്ന് മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിന്നെ ആടും വേണ്ട, കോഴിയും വേണ്ട, താറാവും വേണ്ട, പൂവങ്കൊലയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, ആടുമാടുകളെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നിന്റെ എണ്ണയും വേണ്ട, മെഴുകുതിരിയും വേണ്ട, ഒന്നും വേണ്ട. നിന്നെ മതി. ഇന്ന് രാത്രി പറ, ഹൃദയ നിർക്കത്തോടെ പറ, കർത്താവേ, എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല, എന്നെ നിനക്കായി തരിക. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരായി സുവിശേഷം കേൾക്കണ്ടേ? ആരാ കേൾക്കണ്ടേ? മോനെ ഒരു വാക്യം വായിച്ചേ, 49 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചോ. 49-ന്റെ 1-ാമത്തെ വാക്യം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. മതി. സകല ജാതികളും ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാര് മാത്രം കേട്ടാ പോരാ.
ഒരു ഏരിയയിലുള്ളവർ മാത്രം കേട്ടാ പോരാ. ചില പടത്തിൽ നമ്മൾ ചെല്ലുമ്പോ എന്നാ സുവിശേഷം, ഇവിടെ ആരെയും കേൾപ്പിക്കണ്ട, അവിടെ പോയി കേൾപ്പിക്കും, നിങ്ങളുടെ ആൾക്കാരല്ല, ഇവിടെ കേൾക്കണ്ട. അലോഗ്യം പേടിച്ച് നമ്മൾ അവിടെ ചെന്നപ്പോ അവര് എന്നാ സുവിശേഷം ഞങ്ങൾക്ക് അറിയാണ്ട് അവരെ പോയി കേൾപ്പിക്കും. ഇങ്ങോട്ട് എടാ, ഇതെല്ലാരും കേൾക്കണം, സകല ജാതികളും ഇവര് കേൾക്കണം. അതിനാ കേൾക്കാൻ കൊള്ളാവുന്നതാണ്, അതിനാ കേട്ടാ മനസ്സിലാവും. ചിലത് കേട്ടാ അവർക്ക് കുറച്ച് പേർക്കേ മനസ്സിലാവുള്ളൂ, ബാക്കി എല്ലാവർക്കും ഒന്നും. ഓ സുഖോപോ രൂപോ കാതീശോ വിനോലം ആർക്കും കൊടുക്കട്ടാൻ മലയാളം തന്നെ വായിച്ചിട്ട് തെറ്റുക. എന്നൊരു ആ സുറിയാനി മലയാളം തന്നെ വായിച്ചിട്ട് തെറ്റുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാണ്. എന്തുവാ സുവിശേഷം? ആർക്കും കേൾക്കാം, എവിടെയും കേൾപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയല്ല, കൊള്ളത്തില്ല. അതിലെ ചെല്ലു പറഞ്ഞ് വർത്താനം പറഞ്ഞ എടാ മൂത്തവര് വർത്താനം പറഞ്ഞതിനിടയിലാണ് എന്താ പറഞ്ഞിട്ട് പോ. മൂത്തവര് അത്രയൊക്കെയാ പറയുന്നത്, കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെയാ. പറഞ്ഞ മൂത്തവര് വർത്താനം എന്നെ കേൾക്കാൻ പോ, ചില തെറ്റി പോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതല്ല, പോ. പിള്ളേർക്ക് പറഞ്ഞൊക്കെ ഇതിനകത്ത് പോണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും കേൾക്കാൻ പറ്റാത്തതായി പറയുന്നത് മുഴുവൻ. പക്ഷെ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പന് കേൾക്കാം, അമ്മയ്ക്ക് കേൾക്കാം, കൊച്ചുങ്ങൾക്ക് കേൾക്കാം, പ്രായമുള്ളവർക്ക് കേൾക്കാം, എല്ലാ ടൈപ്പും വന്നിരിപ്പുണ്ടല്ലോ, കേൾക്കില്ലയോ? അതാ സുവിശേഷത്തിന്റെ വിശേഷം. എല്ലാവർക്കും കേൾക്കാം. അല്ല നിങ്ങൾ മാത്രം കേട്ടാൽ മതി, അവരെ ഇവിടെ വെച്ച് കേൾപ്പിക്കുകയല്ല, അവർ പിന്നെ കേട്ടോളൂ. അല്ലല്ല, എല്ലാവർക്കും ഇവിടെ വന്ന് കേക്ക്, ഇവിടെ വന്ന് യഹോവയുടെ വചനം കേക്ക്, എല്ലാവർക്കും കേൾക്കാം. അതിനാ ഇത് നല്ല വാർത്തയാ, നല്ല വാർത്തയാ. എന്തുവാ? സുവിശേഷം, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. നല്ല വാർത്ത ഇതാണ്. ന്യൂസ് NEWS. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. N നോർത്ത്, E ഈസ്റ്റ്, W വെസ്റ്റ്, S. അപ്പം വെസ്റ്റിലും നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും എല്ലാം കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയായത്. അതായത് സുവിശേഷം. മനസ്സിലായോ? അല്ല ഇത് വടക്കോട്ട് കേൾപ്പിക്കുകയല്ല, തെക്ക് മാത്രം കേട്ടാ അല്ലല്ല, വടക്കുള്ളവരും കേൾക്കണം. വടക്കേ എല്ലാരും കേൾക്കണം, തെക്കുള്ളവരും കേൾക്കണം, കിഴക്കുള്ളവരും കേൾക്കണം, പടിഞ്ഞാറുള്ളവരും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതാണ് സുവിശേഷം. അജ്ഞാനം തത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. അജ്ഞാനം തത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എന്നും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. സുവിശേഷം നല്ല വാർത്ത, എല്ലാവർക്കും കേൾക്കാം. ഇത് കേൾക്കുന്നത് കർണത്തിന് നല്ല സുഖമാണ്. മറ്റു വാർത്തകളൊന്നും കേൾക്കുന്നത് നമുക്ക് സുഖമല്ല. ആണോ? അല്ല, കേൾക്കുന്നത് ആന ചവിട്ടിക്കൊന്ന് കേൾക്കുന്ന സുഖമാണോ? തീ തിന്നുക അല്ലേ? ആ വീട്ടുകാരൻ വളരെ ദുഃഖത്തില്ല, പുലി പിടിച്ചു കൊണ്ടുപോയി, അത് നല്ല വാർത്തയല്ല. പിള്ളേരെ കിണറ്റിലെറിഞ്ഞു പോന്നു, കാമുകന്റെ കൂടെ ഓടിപ്പോയി, നല്ല വാർത്ത. അവർക്ക് നല്ല വാർത്തയാണ്. മനസാക്ഷിയുള്ളവർക്കൊന്നും നല്ല വാർത്തയല്ല.
ഭാര്യയെ തുണ്ടമായിട്ട് വെട്ടി നുറുക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഒരു തനികയുടെ മിക്സിക്കകത്തിട്ട് അരച്ചെന്ന് പറയുന്നത് കേട്ടു. നല്ല വാർത്തയാണോ? നല്ല വാർത്തയല്ല. ഭർത്താവിനെ അതുപോലെ ഫ്രൈ ചെയ്ത് കഴിച്ചെന്ന് കേട്ടു. നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്തകളെല്ലാം അമ്മായിയമ്മയെ ചെലവിത്തടിക്ക് അടിച്ച് കൊന്നു. നല്ല വാർത്തയാണ്. നിങ്ങൾ പറയാ തള്ളെ അതിന് അറകയാന്ന് പറയും. അവരെ നേരത്തെ അടിക്കേണ്ടതായിരുന്നു 5 കൊല്ലം മുമ്പ്. ചെല്ലത് പറയും. ഇതൊന്നും നല്ല വാർത്തയല്ല. ഇത്ര പേരെ വെടിവെച്ചു കൊന്നു. നല്ല വാർത്തയല്ല. അമേരിക്കയിലെ സ്കൂളിൽ കയറി എടുത്ത 10-14 പിള്ളേരെ വെടിവെച്ചു കൊന്നു. നല്ല വാർത്തയല്ല. അല്ല. ജാതികളുടെ പേര് പറഞ്ഞ് വർണ്ണത്തിന്റെ പേര് അലോഗ്യം. നല്ല വാർത്തയൊന്നുമല്ല. അല്ല. മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുന്നു. നല്ല വാർത്തയാണോ? അല്ല. ഞങ്ങളുടെ മതത്തിൽ ചേർന്നില്ലേ നിന്റെ പെടലി കണ്ടിക്കും. നല്ല വാർത്തയാണോ? അല്ല. ഭീഷണിപ്പെടുത്തും. നല്ല വാർത്തയാണോ? അല്ല. ഇതൊന്നും നല്ല വാർത്തയല്ല. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കൂടെ നുഴഞ്ഞു കയറി വെടിവെച്ച് കൊല്ലുക. നല്ല വാർത്തയാണോ? അല്ല. ഇതൊന്നും നല്ല വാർത്തയല്ല. രാജ്യങ്ങൾ തമ്മിൽ ശത്രുത. നല്ല വാർത്തയാണോ? അല്ല. ജാതികളുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കുക. ഞങ്ങൾ കൂടിയതാ, ഇവര് കുറഞ്ഞതാ, അടി, പ്രശ്നം. നല്ല വാർത്തയല്ല. മതസ്പർദ്ധ. നല്ല വാർത്തയല്ല. അല്ലെന്ന്. കേൾക്കുന്ന വാർത്ത മുഴുവൻ അരോചകത്വം വരുത്തുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തയാണ്. എന്നാൽ ഇതിന് നടുവിൽ നല്ല വാർത്തയാണ് സുവിശേഷം. ആരോടും പറയാം, എവിടെയും പറയാം, ആർക്കും കേൾക്കാം, ആർക്കും ഉൾക്കൊള്ളാം. ആ നല്ല വാർത്തയാണ് സുവിശേഷം, സത്യസുവിശേഷം. അതാ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാവരെയും കേൾപ്പിക്കണം. എനിക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ വന്ന് പ്രസംഗിക്കുന്നത് ഇഷ്ടമുള്ളതിന്റെ ഒരു കാര്യം, മൈക്ക് നന്നായിട്ട് വെക്കും, എല്ലാവരെയും കേൾപ്പിക്കും. ഞങ്ങളുടെ ആ ഏരിയയിൽ നിന്ന് കേൾപ്പിക്കുകയല്ല, കേൾപ്പിക്കത്തില്ല. എന്ത് ചെയ്യാൻ? നമ്മുടെ മൈക്ക് സെറ്റുകാരൻ പോയോ? വെള്ളം വല്ലതും കുടിക്കാൻ പോയതായിരിക്കും. ഇവിടെ വന്നിരിക്കാൻ പറ. നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും വന്നാൽ ഇത് കേൾപ്പിക്കും. അതെ, കേൾപ്പിക്കും. കേൾപ്പിക്കണം. കേൾക്കാൻ കൊള്ളാവുന്നതായത്. എന്നാൽ ഞങ്ങളുടെ ആ ഏരിയയിൽ തിരുവല്ല, കോന്നി, പത്തനംതിട്ട, നീ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ കേൾപ്പിക്കുകയല്ല. മൈക്ക് സെറ്റുകാരെ വിളിക്കുമ്പോഴേ അങ്ങനെ പറയുന്നത്. എത്രയാ? അവൻ പറയും ഇത്ര. താത്ത് പിടി, ചൂടെ താക്ക്. അവൻ എന്നാലും ഒരു ബോക്സ് ഒക്കെ താക്കും. ഒന്ന് താത്ത്. പിന്നെ കമ്മിറ്റിക്കാർ പറയും ചൂടെ താക്കാവോ? ആ താക്കാച്ചാ. വേറെ 2 ബോക്സ് താ. പിന്നെ വേറെ എന്തുവാ അത് വന്ന് താത്ത്. ഇങ്ങോട്ട് വെക്കുന്നതിന് എന്നാ പറഞ്ഞു? ഇതിനെന്നാ പറഞ്ഞേ? മോണിറ്റർ വന്ന് താത്ത്. മൊത്തം താക്കാനാ പറഞ്ഞത്. താത്ത് കറാന്നിരിക്കുന്നതിന് ഒരു ബോക്സ് കൊണ്ട് ഇവിടെ ഇരുന്ന് കല്ലേരിയ എന്ന് പറയുമ്പോ അവിടെ അളിയാന്ന് ആഗ്രഹിക്കുന്നു. മൊത്തം താത്ത് ആർക്കോട്ട് തിരിയുന്നുമില്ല, മനസ്സിലാകുന്നുമില്ല. അയ്യോ, ഇത് അങ്ങനല്ല. ഇത് കേൾപ്പിക്കണം. അതിനാ ഇത് കേൾക്കാവുന്ന വാർത്തയാണ്. ഇത് മനസ്സിലാകുന്ന ഭാഷയല്ല പറഞ്ഞു തരുന്നേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ മനസ്സിലായില്ലേ? പറ. ഇവിടെ പൊട്ട് കളിച്ചിരിക്കുന്നു. പറ. മനസ്സിലായി. അതായത് വാർത്തയുടെ വിശേഷം. എല്ലാവർക്കും മനസ്സിലാകണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ നിനക്ക്? ഇങ്ങോട്ട് നോക്കണേ. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായോ? എന്തോ മനസ്സിലായി? യേശു രക്ഷിക്കുമെന്ന് മനസ്സിലായോ? മനസ്സിലായോ? അത് മതി. എല്ലാവർക്കും കേൾക്കാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. എല്ലാരും കേൾക്കണം. അവിടെ മുമ്പോട്ട് പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണം തന്നെ. കേട്ടാലുള്ള ഗുണം 3-4 കാര്യം പറയാം. ഈ സുവിശേഷം യേശു ക്രിസ്തു ആണല്ലോ. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അവിടുത്തെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നു. അതിലൊരു സംഭവം ഒന്ന് വായിച്ചേ മോനെ, ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം
2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്തെന്ന് വായിച്ചേ. ലൂക്കോസ് 2:8 മുതൽ 13 വരെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയ. അവിടുന്ന് ബേത്ലഹേമിൽ ജാതനായി കഴിഞ്ഞപ്പോൾ സംഭവിച്ച ആദ്യത്തെ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ സംഭവിച്ച കാര്യം ഞാനത് ഇങ്ങനെയാ പറയുന്നത്. ഈ സുവിശേഷം വന്നാൽ, സുവിശേഷം കേട്ടാൽ, സുവിശേഷം എത്തിയാൽ എന്ത് സംഭവിക്കും? ഒന്ന്, ഇരുട്ട് മാറും. കാരണം ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. മോനെ, അവിടെ രാത്രി എന്നൊരു മറവുണ്ട്, വായിച്ചേ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിലായി നടക്കുന്നത്. രാത്രി എന്ന് പറയുമ്പോ ഇരുട്ടാണല്ലോ. രാത്രി ഇരുട്ട. എന്നാൽ കർത്താവിന്റെ തിരുപ്പിറവി ഈ രാത്രി നടന്നപ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ തേജസ് അവിടെ ചുറ്റി മിന്നി. അപ്പൊ അതിന്റെ അർത്ഥം ഇരുട്ട് മാറി എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ വിശേഷത ഇരുട്ട് മാറ്റുന്നു. ജീവിതങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അവൻ സ്വൈര്യക്കേട് വരുത്തി. ഭാര്യയും പിള്ളേരും എല്ലാം പ്രാഗി. സ്വന്തം ഭർത്താവിന്റെ പ്രാഗെന്ന് ഞാൻ കേട്ടതാ. യോ, കാലിന് വെള്ളിടി വെട്ടണം. എന്റെ എഴുകൊണ്ട് കേട്ടതാ. സ്വന്തം അത് അവരെയും കുറ്റം പറഞ്ഞ എന്നും കുടിച്ചേച്ച് വന്ന് സഹോദരി അങ്ങ് തല്ലുക. ഇടിയുടെ അയ്യനും കളിയാണ്. എന്നാലും അവര് നിന്ന് അങ്ങ് അറിഞ്ഞ് പ്രാഗ്. അവര് പ്രാഗിനെ കാലിനെ വെള്ളിടി കേട്ടു. കൊച്ചുങ്ങളും പ്രാഗ് ഇങ്ങനെ അങ്ങ്. പക്ഷെ അങ്ങനെയൊക്കെ സ്വൈര്യക്കേട് വരുത്തിയ വ്യക്തി സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തപ്പോൾ കുഞ്ഞാടിനെ പോലെ ഇരുട്ടെല്ലാം മാറി. ആ കുടുംബത്തിന് ശാന്തതയും സമാധാനവും ഉണ്ടായി. നേരത്തെ വെച്ച കഞ്ഞി കുടിക്കാനൊക്കുകയല്ല. ഇല്ല, കഞ്ഞി കുടിക്കുന്നതാകുമ്പോൾ ആ 4 കാലയിൽ ഇവൻ വരുന്നത്. ആരുടെയും ചോദിക്കുമ്പോഴേ ഭാര്യ കഥകനടെ കയറി, കൊച്ചുങ്ങളെ കട്ടിലിനടി കയറി. ഇവന്റെ കസർത്തായി ഇങ്ങനെ വില്ല് കാണുന്നു. ആഹാരം കൊണ്ടുവരാൻ പറയുന്നത് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അവന് ഉപ്പില്ലെന്ന് അവനങ്ങ് തോന്നുന്നു. അതെടുത്ത് എറിഞ്ഞു, അവളെ എറിഞ്ഞു. ആകെ പ്രശ്നമായി. എത്ര കുടുംബങ്ങൾ തകർന്നു. പക്ഷേ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ അവൻ കുഞ്ഞാടിനെ പോലെ. ഇപ്പൊ കഞ്ഞിയുള്ള കൂട്ടാനൊന്നും ഇല്ലേലും പ്രാർത്ഥിച്ചിട്ട് വട്ട വരുന്നത് പ്രാവല കൂട്ടി കോരി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ശരീരത്തിലും പിടിക്കുന്നുണ്ട്. ഉണ്ട്. ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ മറ്റ് ചിന്തകൾക്കൊന്നും ഇതിന് മാറ്റം വരുത്താൻ കഴിയത്തില്ല. മാറ്റം വരുത്താൻ കഴിവുള്ളത് സുവിശേഷത്തിന്. ഇരുട്ട് മാറ്റി. ഇരുട്ട്
ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുട്ട് 3 കാര്യത്തെ കാണിക്കുന്നത് പ്രധാനമായിട്ട്. 1 പാപം, 2 പിശാച്, 3 നരകം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. 1 പാപം, 2 പിശാച്, 3 നരകം. ഈ 3 വിഷയത്തെ കുറിക്കുന്നതാണ് ഇരുട്ട്. അപ്പോൾ സുവിശേഷമാകുന്ന വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും. നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പിശാചിന്റെ പിടിയിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും. പാപ ശക്തിയിൽ നിന്ന് നിനക്ക് രക്ഷ. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. എത്രയെത്ര കുടുംബങ്ങളുടെ ദേശത്തിന്റെ ഇരുട്ടാ മാറിയത്. അന്ധകാരമേ. കേരളം ഒരു കാലത്ത് അന്ധകാരം ഇവിടമായിരുന്നു. ഇപ്പൊ ഇച്ചിരി വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അതെ, വിദ്യാഭ്യാസം കണ്ടമാനമുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഇപ്പം അതപ്പതിനും തുടങ്ങിയിരിക്കുക. കൂടുന്തോറും കുഴപ്പടിയ. പണ്ടൊക്കെ ആൾക്കാർക്ക് ബഹുമാനവും ആദരവുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. പണ്ട് നമ്മുടെ ആൾക്കാർക്ക് അധികം വിദ്യാഭ്യാസമില്ല, പക്ഷെ ഭയങ്കര ബഹുമാനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള മാതാപിതാക്കളെ കണ്ട ഉടനെ പണ്ടൊക്കെ അവരുടെ കാല് തൊട്ട് വന്നിക്കുമായിരുന്നു. അതെ, അപ്പൊ അവര് തലയിൽ നിന്ന് കൈവച്ചു. പണ്ടൊക്കെ അങ്ങനെ വിദ്യാഭ്യാസം ഒന്നും അധികമില്ല, പക്ഷെ ഒരു ബഹുമാനമാണ്. ഇന്ന് പ്രായമുള്ളവരെങ്ങാനും തിന്നിരുന്ന കാലുമണിക്കടിച്ച് കനാലി കളയും. അപ്പച്ചനാന്നും പറഞ്ഞ അവിടെ പമ്മിയിരുന്ന അവർക്ക് മെസ്സേജ് വന്നോണ്ടിരിക്കുന്നതിനിടെ എങ്ങാനും വഴിയടഞ്ഞിരുന്ന. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേരളത്തിൽ തന്നെ എന്തോ അന്ധകാരമായിരുന്നു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, അന്ധകാരത ഇവിടമായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു. എല്ലാവർക്കും ഒന്നും പള്ളിക്കൂടത്തി പോകാനൊക്കത്തില്ല. അത് അവിടെ തമ്പുരാക്കന്മാരും ആ തത്തുല്യരായ ആൾക്കാർ പള്ളിക്കൂടത്തിൽ പോകും. അവർക്ക് വേണ്ടി പള്ളിക്കൂടമൊക്കെ ഉണ്ട്. പാവത്തങ്ങൾക്കൊന്നും പള്ളിക്കൂടത്തിന് ഏരിയായി ചെല്ലാനൊക്കത്തില്ല. പാത്തു നിന്ന് പോലും ഒരക്ഷരം പഠിക്കാനൊക്കത്തില്ല. സംസ്കൃതം ദേവഭാഷയാണ്. അത് അധകൃതൻ ഉച്ചരിക്കരുത്. കേട്ടാൽ അവന്റെ ചെവിക്കൊക്കെ തീയോ ഒരുക്കി പിടിക്കണം. ഉച്ചരിച്ചാൽ അവന്റെ നാവ് അന്നേരം പിടിതെടുക്കണം. അങ്ങനെ കൊപ്പിച്ചു വെച്ചിരിക്കുക. ആരാ മനു ആന്നോ ഏതോ ഒരുത്തനാ. അങ്ങനത്തെ അന്ധകാരമായിരുന്നു. അമ്മമാർക്ക് മാറു മറയ്ക്കാനൊക്കത്തില്ല. വസ്ത്രം ഉണ്ടെങ്കിലും മാറു മറയ്ക്കാനൊക്കത്തില്ല. അതുപോലെ അന്ധകാരമാണ്. ഈ റോഡ് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. പട്ടിക്കും പന്നിക്കും ഒക്കെ നടക്കാം. ഇപ്പോഴാണ് വന്യമൃഗങ്ങൾക്കല്ല യഥേഷ്ടം സ്വീകരിക്കുക. അതെ, പാമ്പ് കൊത്ത് ചാകാന്ന കുഴപ്പമില്ല. പക്ഷെ പാമ്പിനെ അങ്ങനെ തല്ലിയാൽ വേറെ അറിയുന്നത്. പാമ്പൊന്ന് പക്ഷെ പാമ്പിനെ തൊട്ടാൽ അന്ന് പന്നിക്കും പട്ടിക്കും എല്ലാം അടിയിൽ കൂടെ നടക്കാം. മനുഷ്യന് നടക്കാൻ മേല. വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ ഇത്ര അടി അകലം ദൂരം നടക്കണം. മറ്റുള്ളവര് നായർ ഇത്ര അടി, ഈഴവർ ഇത്ര അടി, അങ്ങനെ ഓരോ ജാതിക്കും അടിക്കണക്കിന് ദൂരം നിന്നോണം. ഇല്ലേ വേറെ അടി വരും. അങ്ങനത്തെ അന്ധകാരമാണ് ഇരുട്ട്. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. മാറു മറയ്ക്കാനൊക്കത്തില്ല. അവയവങ്ങൾക്ക് കരം കൊടുക്കണം. അങ്ങനത്തെ കാലമുണ്ട്. വൈരാഗ്യമുള്ളവന്റെ പേര് വസ്തു എഴുതി വെക്കുക. കരവടച്ചവന്റെ ഊപ്പാട് തീരുക. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. ഇവിടെ ഇല്ലയോ വെങ്ങാനൂരില്ലയോ പള്ളിക്കൂടം കത്തിച്ചത്? ഇല്ലയോ? അല്ലേ? സ്കൂള് കത്തിച്ചു. പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തിയതിന് പള്ളിക്കൂടം കത്തിച്ചു. അങ്ങനത്തെ കാലം അന്ധകാരമാണ്. തത്തുല്യമായ സംഭവം ആ കുമ്പനാടിനടുത്ത് പൂവത്തൂര് പുല്ലാട് നടന്നത്. അതാ പുല്ലാട് ലഹള. വെട്ടുകണ്ടം എന്ന് പറയുന്ന സ്ഥലം മല്ലപ്പള്ളിക്കടുത്തുണ്ട്. അങ്ങനെ അടിമകളെ വെട്ടി കണ്ടിക്കുക. ആരും ചോദിക്കാനില്ല. അടിമ ചന്തകളുണ്ടായിരുന്നു. അപ്പനെയും അമ്മയും മക്കളെയും കൂടെ ചന്തയെ കൊണ്ട് വില പറയും. ഇഷ്ടമുള്ളവർ വന്ന് ഇഷ്ടപ്പെട്ടവരെ മേടിച്ചോണ്ട് പോകും. ചിലപ്പോൾ അപ്പനെ പിടിച്ചോണ്ട് പോകും. അമ്മയും മക്കളും യാതൊരു ഇതില്ലാതെ നിസ്സകരായിട്ട് നോക്കി നിൽക്കുക. ചിലപ്പോൾ അമ്മയും മൂത്ത കൊച്ചിനെയും കൊണ്ടുപോകും. ഇളയതിനെ കൊണ്ടുപോകുകയല്ല. അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത കാലം. ഭ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ചില്ലേ? തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കിട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ. അയിത്തം എല്ലാ വീട്ടിലും എല്ലാവരെയും കയറ്റുകയല്ല. കയറിയാൽ തന്നെ മുറ്റത്ത് കയറാനൊക്കത്തില്ല. മുറ്റത്ത് കയറിയാലും തിണ്ണെ കയറ്റുകയല്ല. തിണ്ണെ കയറ്റിയാൽ മുറിക്കകത്തോട്ടും കയറ്റുകയല്ല. ഭക്ഷണം കൊടുത്താൽ പാത്രത്തിൽ കൊടുക്കുകയല്ല. മുറ്റത്തിന് ദൂരെ കുഴി കുടിച്ചേച്ച് ഇല കൂട്ടി വെക്കും. അങ്ങനെയുള്ള കാലമാണ്. എല്ലാ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഇരുണ്ട കാലം, അന്ധകാര കാലം. അപ്പോൾ ഈ അന്ധകാര കാലങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ ഇടയാക്കിയത് ഈ സുവിശേഷമാണ്. സുവിശേഷം വന്നതുകൊണ്ടാണ്.
മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ച് കൂടുന്ന കാലം ഉണ്ടായിരുന്നു. ആശാനൊരിക്കൽ പാടിയില്ലയോ, മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ അന്ധകാര നിബിഡമായ ലോകം കാലം, ആ ഇരുട്ട് മാറിയത് വെളിച്ചമാകുന്ന സുവിശേഷം കണ്ടതുകൊണ്ടാണ്. ഓടിച്ചു മുമ്പോട്ട് പോകാം. നമുക്ക് നിർത്തേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ ഈ പ്രാവശ്യം ചോദിക്കുക. 9:30 നിർത്തട്ടെ. പിന്നെ ആൾക്കാരൊക്കെ ദൂരെ പോകേണ്ടതല്ലോ, എനിക്കും ദൂരെ പോകണം. ചില കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം, അത് മതി. ഒന്ന്, ഇരുട്ട് മാറും. രണ്ടാം ഭാഗം പഠിക്കുമ്പോൾ ഭയം മാറും. അവിടെ ഒരു പദമുണ്ട്, ഭയപ്പെടേണ്ട. ഭയം മാറ്റും. അത് മരണഭയമാകട്ടെ, രോഗപീഠകളിലുള്ള ഭയമാകട്ടെ, ഏത് ഭയവും മാറ്റുവാൻ കഴിവുള്ളതാ സുവിശേഷം. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ ഭാരത്തോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ നിന്റെ ഭയം മാറ്റുന്ന മാർഗമാ സുവിശേഷം. മാത്രമല്ല 3 അവിടെ എടുത്തിട്ടുണ്ട്, സന്തോഷം തരും. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതാണ് സുവിശേഷം. മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, ലഹരി പദാർത്ഥങ്ങളും സന്തോഷമൊന്നും തരികയില്ല. അത് കുടിക്കുമ്പോഴും വലിക്കുമ്പോഴും അടിക്കുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരുത്തനോട് ഞാൻ ചോദിച്ചു കുടിക്കുമ്പോ എന്തോന്ന്, അവൻ പറഞ്ഞിട്ട് ബിംബിരിയാന്ന് പറഞ്ഞു. അവന്റെ ഭാഷ ഒരു ഞാൻ ബിംബിരി. അന്നേരം അവൻ പറയാം, വഴിയൊക്കെ വലുതായിട്ട് അങ്ങ് തോന്നുക, ഇടവഴിയാ, പക്ഷെ അവനങ്ങ് തോന്നുക വലിയ വഴിയാണ്. മേരിക്കുട്ടിയാനും പറഞ്ഞ് അപ്പുറത്തെ ചിന്നക്കുട്ടിയുടെ അങ്ങ് ചെല്ലുക. മേരിക്കുട്ടിയാനും പറഞ്ഞ് ഞാൻ ചെല്ലുന്നത്, അവളെ കപ്പ ഇളക്കുന്ന തുടുപ്പിനെ അടിച്ചത്. ഇവനങ്ങ് തോന്നുക. ഇത് ചെന്ന് കഴിയുമ്പോഴേ അവനും ഭയങ്കര സന്തോഷമാണ്. ബസ്സിൽ കയറുമ്പോഴും ഒക്കെ സന്തോഷമാണ്. ആണെന്ന് ഇതൊക്കെ അല്പസമയത്താണ്. നിത്യമായ സന്തോഷത്തിന്റെ മാർഗം സുവിശേഷമാണ്. സങ്കീർത്തനക്കാരൻ 4:7 പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എന്റെ ഹൃദയത്തിൽ. മറ്റുള്ളവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ സന്തോഷം, റബ്ബറിന്റെ വില കൂടുമ്പോൾ, ഏലക്കായുടെയും തേയിലയുടെ ഒക്കെ വില കൂടുമ്പോൾ, കുരുമുളകിന്റെ വില കൂടുമ്പോൾ ഒക്കെ സന്തോഷമാണ്. ഒട്ടുപാലിനും വില കൂട്ടി സന്തോഷമാണ്. മോന് ശമ്പളം കൂട്ടി ഭയങ്കര സന്തോഷമാണ്. വലിയ വീട് വെച്ചു, എപ്പോഴും തൂത്തും തുടച്ചും മട്ടപ്പാവിൽ നിൽക്കുക, സന്തോഷമാണ്. പുതിയ കാറ് മേടിച്ച് സന്തോഷമാണ്. ചുമ്മാതാന്നേലും അങ്ങ് പാലോട് വരെ പോവുക, സന്തോഷം കൊണ്ടാണ്. ലോകക്കാർക്ക് ഇതൊക്കെയാ സന്തോഷം. പക്ഷേ ഒരു ദൈവവേദന്റെ സന്തോഷം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ കാര്യം 1-2 കാര്യം പറയാം. വചനത്തിൽ നിന്നാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. കാരാഗൃഹമാണ് രക്ഷിക്കപ്പെട്ടു, രാത്രിയിൽ വിസ്തരിക്കുന്നില്ല. അതിന്റെ താഴത്തെ വാക്കുകളുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം. അപ്പം ദൈവത്തെ വിശ്വസിക്കുന്നത് ആ സന്തോഷം. സത്യദൈവത്തെ, നിത്യദൈവത്തെ, ഏകദൈവം, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആ സന്തോഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു ആണ് ആ സന്തോഷം. ഷണ്ണനും പീലിപ്പോസും കൂടെ പോയി. ഷണ്ണൻ സ്നാനപ്പെട്ടു. അടുത്ത വാക്യമുണ്ട്, അവൻ സന്തോഷിച്ചു പോയി. അപ്പൊ സ്നാനപ്പെടുമ്പോഴാണ് സന്തോഷം. അത് വെള്ളത്തിൽ മുങ്ങണം. അപ്പൊ രക്ഷിക്കപ്പെടുന്ന സന്തോഷമാണ് സ്നാനപ്പെടുന്നത്. അതാണ് നമുക്ക്. അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതാണ് സന്തോഷം, നമുക്കിതാ സന്തോഷം. അപ്പല്ലോസ് കൊടുത്തിരിക്കുമ്പോൾ പൗലോസ് എഫെസോസിൽ വന്ന് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളാണോ? പിന്നെ അഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു, വചനമെല്ലാം പറഞ്ഞു, ഉപദേശമെല്ലാം പറഞ്ഞു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചവരെല്ലാം അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു. എഫേസ്യ ലേഖനം കൂടെ ചേർത്ത് പഠിച്ചാൽ അത് അവർക്ക് സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിക്ക് സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ വക രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും അഭിഷേകം പ്രാപിക്കുന്നതും. ഇനി വേറൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞ എല്ലാവർക്കും സന്തോഷമല്ല. രക്ഷിക്കപ്പെടുന്ന സന്തോഷമാണ്, സ്നാനപ്പെടുന്ന സന്തോഷമാണ്, അഭിഷേകം പ്രാപിച്ചതും സന്തോഷമാണ്. ഇനിയും പറഞ്ഞൊരു സന്തോഷമുണ്ട്, പക്ഷെ അതാർക്കും സന്തോഷം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ആദിമസഭയില് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ മുടന്ന സൗഖ്യമായി. ഇതിനോട് ബന്ധപ്പെട്ട് പ്രശ്നമായി.
അപ്പോസ്തലന്മാരെ പിടിച്ച് അടിച്ച് ഉപദ്രവിച്ച് പള്ളി പ്രമാണികളൊക്കെ വന്ന് ഇളകി ഭയങ്കര പ്രശ്നം. ഇവരെ അടിച്ചു, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തി, ആക്ഷേപിച്ചു, നിന്ദിച്ചു. അപ്പൊ അടുത്ത വാക്യമുണ്ട്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് അവര് പ്രാഗി അലച്ചു പോയെന്നല്ല. ഇങ്ങനെ ഇവിടെ എഴുതിയേക്കുന്നു തിരുനാമത്തിന് ഈ ഭാഗത്താണ് 5-ാം അധ്യായം. അത് പുതിയ ബൈബിളാണ്, പഴയതാകുമ്പോൾ എനിക്ക് തിട്ടം എല്ലാ ബൈബിളും ഇത്ര മതിയാ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കിയാൽ അവര് സന്തോഷിച്ചു. കിട്ടിയില്ലേ? കണ്ടില്ലേ? കിട്ടിയിട്ട് പോയാൽ മതി. മോനെ കണ്ടോ? മോനെ അണ്ടാ 40-ാം വാക്യം വായിച്ചു. 40-ാം വാക്യം 5:40 വായിച്ചു. അവർ അവനെ അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അടുത്തത് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും പോയെന്നല്ല. ഇവരെ ആക്ഷേപിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു, അടിച്ചു. പക്ഷെ ഈ അടിയും ആക്ഷേപവും കേട്ട് ഇവര് സന്തോഷിച്ചു പോയെന്നു. നമ്മളന്ന് അടിച്ചവനെ പ്രാഗം, മുടിഞ്ഞവനെ നീ ഗതി പിടിക്കുകയല്ലടാ നിന്റെ കാന്തതി. അതൊന്നുമല്ല നമ്മുടെ മാർഗം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ പ്രമാണം. അപ്പൊ അപമാനം സഹിക്കുന്നത് സന്തോഷമാണ്. മനസ്സിലായോ? കർത്താവിനെ പറ്റി പറയുന്നത് മരണം ആസ്വദിച്ചെന്ന. മരണം ആസ്വദിക്കുക. എല്ലാരും കൊണ്ട് നോക്കത്തില്ല കേട്ടോ, ആസ്വദിക്കണമെന്ന്. അവിടെ ഞാൻ മടങ്ങി വരികയാണ്. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യന് രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്നാ? ഗുണമാ പറഞ്ഞ ഇരുട്ട് മാറും, ഭയം മാറും, സന്തോഷമുണ്ടാകും. മാത്രമാണോ? ആ കണ്ണികരുണ്ട്, നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. നമുക്കൊരു നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, നരയ്ക്കുമ്പോഴും ചുമക്കും, ദീനത്തിൽ കിടക്ക മാറ്റി വിരിക്കും. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിന്റെ കൂടുണ്ട്. നമുക്ക് രക്ഷകനെ കിട്ടി. ഇതാണ് സുവിശേഷം. 2 കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. ഈ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാനും നിങ്ങളും ആരും ശരിക്ക് പറയുന്നില്ല. നമ്മൾ 2-3 പോയിന്റ് പറഞ്ഞ ചൂടുകല്ലാതെ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ ഓടിച്ച് പറയും. എടുത്ത് വായിപ്പിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ സുവിശേഷം ശരിക്ക് പറഞ്ഞപ്പോൾ മാനസാന്തരം വന്നെന്ന. വായിച്ചോ പെട്ടെന്ന് വായിച്ചു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട ശരിക്കും സുവിശേഷം പറഞ്ഞാൽ മാനസാന്തരപ്പെടണം. എന്തുവാ ഈ മാനസാന്തരം? മാനസാന്തരം എന്നാ? തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. എങ്ങോട്ട് തിരിഞ്ഞു വരണം? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണം. അപ്പൊ ശരിക്കും മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരിക. നേരത്തെ പോയ വഴി കൂടെ പോകരുത്. നേരത്തെ ചെയ്തതൊന്നും ചെയ്യരുത്. നേരത്തെ പ്രവർത്തിച്ചതൊന്നും പ്രവർത്തിക്കരുത്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണം. വഷളത്വം വിടണം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 2, സുവിശേഷം കേട്ടാൽ. 1, സുവിശേഷം കേട്ടാൽ മാനസാന്തരപ്പെടും. 2, സുവിശേഷം കേട്ടാൽ സ്നാനപ്പെടും. വലിയ പള്ളിയിലെ ആരാധന കഴിഞ്ഞ് വരിക. ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയാണ്. പുള്ളി വണ്ടിയെ വരുമ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കുകയല്ല, പുള്ളി തിരുവെടുത്ത് വായിക്കുക. നമ്മളിങ്ങോട്ട് വന്നപ്പോഴും മൊബൈലിൽ കളിച്ചു, ഇവിടെ വന്നിരുന്നിട്ട് മൊബൈൽ നോക്കുക. ഇനിയും പോകുമ്പോഴും പിന്നെ ചിലർ റേഞ്ച് ഇല്ലാത്ത കൊണ്ടിരിക്കുക. എന്നിട്ട് കൂടെ നോക്കുന്നുണ്ട് ഒരു കട്ടയെങ്കിലും ഉണ്ടോ. അതിൽ ഇങ്ങനെയുള്ളത് യോഗം വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയും കുറെ നേരം. ചുരുക്കി പറഞ്ഞാൽ പുള്ളി തിരുവനന്തപുരത്ത്
നോക്കിക്കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുക. പീലിപ്പോസ് ഇവിടെ പറഞ്ഞു ഗസക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാൻ. ഓടി. അവിടെ ചെന്നപ്പോ ചേർന്നു കേറാൻ പറഞ്ഞു. കേറി നോക്കിയപ്പോ പുള്ളി വായിച്ചോണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചെന്തോ വായിക്കുന്നത്? തിരുവെടുത്ത്. ഏത് ഭാഗമാ? യെശയ്യാവ്. എത്ര അധ്യായം? 53. അന്ന് അധ്യായം തിരിച്ചോന്ന് അറിയത്തില്ല. എന്നാലും ഏത് ഭാഗം ഏതാ? അറുക്കാനുള്ള ആടിനെ പോലെ തന്നെ കൊണ്ടുപോയെന്ന. അപ്പൊ ചോദിച്ചു വായിക്കുന്നതെല്ലാം ഗ്രഹിക്കുന്നോ? ഓ വായിക്കുന്നതല്ലാതെ ഒന്നും നമ്മുടെ ആൾക്കാരും എല്ലാം ഇങ്ങനെ വായിച്ചങ്ങ് വിടുന്നേ ഉള്ളൂ. ഒന്നും ഒരാൾ വായിച്ചു എപ്പസോസ് വെച്ച് ആ മൃദംഗ യുദ്ധം ചെയ്തെന്ന് വായിച്ചങ്ങ് വിടുക. മൃഗയുദ്ധം എന്നാ ഞങ്ങളുടെ TCOS പറഞ്ഞു. തവലയും കാണും നീ ഇനി വായിക്കണ്ടെന്ന് പറഞ്ഞു. മൃദംഗം മാത്രമല്ല വായിച്ചങ്ങ് വിടുക. വേറൊരാൾ വായിച്ചു അവന്റെ കടലിന്റെ നടുവേ കുടലെന്ന അതിനെ പുള്ളി കടലാക്കി. എങ്ങനുണ്ട്? അവന്റെ കുടലെല്ലാം തറച്ചു പോയെന്ന്, തുറച്ചു പോയെന്ന. കുടലെല്ലാം അങ്ങ് വായിച്ചു വിടുക. വായിക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ ഷണ്ണം പറഞ്ഞു ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ ഉടനെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞെന്നാ യേശുവിനെ പറ്റി 35 വായിച്ച 35. ഫിലിപ്പോസ് തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. കണ്ടോ? ഈ തിരുവെടുത്തിനെ ആധാരമാക്കി യേശുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം അറിയിച്ച് അങ്ങോട്ട് പോയപ്പം വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോ ക്ഷണ്ണം പറയാ വെള്ളം. ഫിലിപ്പോസ് എന്നെ ദാഹിക്കുന്നു. ഇല്ല, ദാഹമല്ല, പിന്നെ സ്നാനപ്പെടണം. സ്നാനത്തെ പറ്റി അവിടെ പറഞ്ഞതായിട്ടില്ലല്ലോ. ഇല്ല. എന്തുവാ പറഞ്ഞേ? സുവിശേഷം പറഞ്ഞപ്പോ സ്നാനമുണ്ട്. ശരിയായി സുവിശേഷം പറഞ്ഞ അതിനകത്ത് സ്നാനമുണ്ട്. ഫിലിപ്പോസ് ചന്ദ്രനോട് സ്നാനപ്പെടണം എന്നൊന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെ കൂടെ പറയാം മുങ്ങ. ഇപ്പോഴാണ് വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ വെള്ളം പറ്റും. മുങ്ങടാ. അവനോട് എടാ കല്യാണം നടത്തേണ്ടതാ. കല്യാണം കഴിക്കാനല്ല മുങ്ങുന്നേ, വീട് വെക്കാനല്ല മുങ്ങുന്നത്, ജോലി കിട്ടാൻ വേണ്ടി മുങ്ങുന്നതല്ല. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കാനാ. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ലവനെ സാക്ഷിക്കാം. വിസ്തരിക്കുന്നില്ല കർത്താവിന്റെ മഹത്വം. ഷണ്ണം പറഞ്ഞു വെള്ളം. ഉടനെ വീലിപ്പോ ചോദിച്ചു വിശ്വസിക്കുന്നു എങ്കിലാകാം. ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. എങ്ങനെ സ്നാനം? വെള്ളത്തിൽ മുങ്ങണം. ഇതാ ശരിയായ സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അതാ സ്നാനം. അത് നടക്കണം. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2 സ്നാനം നടക്കും. 3 ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്ന പത്രോസ് പോകാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. സഭയുടെ പോപ്പ അന്നേരം ഇച്ചിരി വെള്ളത്തിലൊക്കെ കയ്യിൽ. പിന്നെ പോപ്പൊക്കെ ആ താക്കോലൊക്കെ ഇടയ്ക്ക് കറക്കി കാണിക്കും. എന്നാലും ഹൃദയം അത്ര പുള്ളി ജാതികളൊക്കെ പോകുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അതിന് നമ്മൾ ആ തുപ്പട്ടി ഇറക്കി കാണിച്ചു. ഒരാൾ വായിച്ചു തീപ്പെട്ടി കാണിച്ചു. ഒരാൾ പറഞ്ഞ് വീഡിയോ വിളിക്കാനായിരിക്കും അത്. തീപ്പെട്ടി ഒന്നുമല്ല കാണിച്ച, തുപ്പട്ടി. വേറൊരാൾ പണ്ട് ഹൈസ്കൂളിൽ വെച്ച് തേപ്പൊട്ടി കാണിച്ചു. പറഞ്ഞ് തീപ്പെട്ടിയും തേപ്പൊട്ടിയും ഒന്നുമില്ല, തുപ്പട്ടി എന്നായിരുന്നു കാണിച്ചു. സകല മൃഗങ്ങൾ ഇഴജാതി ഉണ്ട് അതിനകത്ത്. ഇത് തിന്നാൻ വേണ്ടി കാണിച്ചതല്ല. നമ്മുടെ ആൾക്കാർ ഈ വാക്യം എടുത്ത് വെച്ച് ഉള്ള പെരുമ്പാമ്പിനെ എല്ലാം തിന്നുക. ഒരുത്തനോട് പറഞ്ഞ് നല്ല ടേസ്റ്റാണ്, തിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തിന്നിട്ടില്ല, വേറെ എന്തെല്ലാം തിന്നാനുണ്ട്. ഒരുത്തനോട് പറഞ്ഞു ഞാൻ കണ്ടംപൂച്ചയെ തട്ടുവന്നു. ഉള്ള പന്നീനെ എല്ലാം അറിഞ്ഞ് തിന്നുക. കാരണം പത്രോസിനെ കാണിച്ചില്ല അറുത്ത് ഭക്ഷിക്കാൻ. അതിനാണോ ഇത് കാണിച്ചേ? നീ കടമാൻ ഇതെല്ലാം തിന്ന് അവസാനം പോട്ടെ എന്നും പറയുന്നില്ല. ദൈവം വിശുദ്ധമാക്കിയതിനെ നീ മലിനമെന്ന് എണ്ണരുത്. അതിനൊരു ദർശനം കൊടുത്തതാ. അല്ലാതെ വയ്യാനിയ പാമ്പിനെ എല്ലാം തിന്നാനല്ല. ഉള്ളതിനെല്ലാം അന്ന് വേവിച്ച് തിന്നുക.
എന്നെ എല്ലാവരും ഇങ്ങനെ പരിവൊക്കെ അടിച്ചിരിക്കുന്നത് അടിച്ചേച്ചിരിക്കാന്ന് തോന്നുന്നു. സ്തോത്രം. എന്തായാലും കൊള്ളാം. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നു. കൊർന്നല്യോസ് പറഞ്ഞു, അയ്യോ ഞങ്ങൾ കാത്തിരിക്കാൻ, നീ വന്നത് ഉപകാരം, വാ പറഞ്ഞു. അവിടെ വായിക്കുന്ന പത്രോസ് വാ തുറന്ന. നമ്മൾ 3 മണിക്കൂർ യോഗത്തിൽ ഇരുന്നാലും വാ തുറക്കുകയല്ല. ഇനി ഒടുവിൽ തുറക്കാതിരിക്കുന്ന ഒടുവിലിരിക്കുക തുറക്കാൻ. 6 മണിക്ക് അങ്ങാണ്ട് യോഗം തുടങ്ങിയതാ അല്ലേ? ഇതുവരെ യോഗത്തിന് നീ വാ തുറന്നില്ല. പത്രോസ് വാ തുറന്നു. എന്നിട്ട് തിരുവചനം സംസാരിച്ചു. വചനം 44 വായിച്ച 44. പ്രസ്താവിക്കുമ്പോൾ തന്നെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് ദൈവത്തെ മഹത്വീകരിക്കുന്നത് കേൾക്കയാ. കണ്ടോ? ഈ വചനങ്ങളെല്ലാം പത്രോസ് സംസാരിക്കുമ്പോൾ വചനം കേട്ട. ഏതാ വചനം? സുവിശേഷം. യേശുവിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോ മിണ്ടാതെ മൃഗലിക്കാതെ ഇരുന്നല്ല, അവര് അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ പരിശുദ്ധാത്മാവ് വന്നെന്നും പറഞ്ഞ് ഞാൻ കുത്തിയിരിക്കുന്ന ഒരനക്കവും ഇല്ല. പണ്ട് ഞങ്ങളുടെ സഭയിൽ ഭയങ്കര ആരാധന, എല്ലാവരും നൃത്തം ചെയ്ത് ആരാധിക്കാവോ. അപ്പോ ഒരച്ചായം മാത്രം ഇങ്ങനെ ഇരിക്കും. പുള്ളിയുടെ ഭാര്യ അവിടെ നിന്ന് കൂടെ പുള്ളിയെ നോക്കുന്നത്. എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക, പുള്ളി മാത്രം. അപ്പൊ ഈ കൊച്ചമ്മ അവിടെ നിന്ന് ഇങ്ങനെ പുള്ളിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പുള്ളി ഇത് കാണുന്നില്ല. പുള്ളി ഇങ്ങനെ നിൽക്കും. യോഗമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഞാനും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ ഇത്രോ മനുഷ്യൻ ആത്മാവ് നൃത്തം ചെയ്ത് പരിശുദ്ധാത്മ ശക്തി, അതേപോലെ നിങ്ങൾ മാത്രം ഇങ്ങനെ. പുള്ളി രസിക്കനാ. പുള്ളി പറഞ്ഞു, ഇടീ ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്റെ മൺകൂടാരങ്ങളിൽ ഇറങ്ങിയിട്ട് എനിക്ക് അനങ്ങാൻ മേലുന്നു. പുള്ളിയുടെ വ്യാഖ്യാനമാണ്. ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്റെ ഈ മൺകൂടാരത്തിൽ ഇറങ്ങിയതിനു ശേഷം എനിക്ക് അനങ്ങാൻ മേല. എന്നാ 2 വാക്ക് പറയാൻ നിർത്തുന്നത് അത് ഒക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നാ അയ്യോ, വചനം കേട്ടാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അതാ സുവിശേഷം. എടുത്തു വായിപ്പിക്കുന്നില്ല. സുവിശേഷം കേട്ട വേർപാടാദ്യം. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. ശരിക്കും സുവിശേഷം കേട്ട വേർപാടാണ്. സുവിശേഷത്തിനകത്ത് വേർപാടുണ്ടെന്ന് ഇല്ലയോ? ഉണ്ട്. ഇപ്പൊ ഇത് വേർപാടൊന്നും ആരും പറയുന്നില്ലല്ലോ. യേശു 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 ഇത് മാത്രം പറഞ്ഞങ്ങ് പോവുക. അല്ലല്ല, ഇതിനകത്ത് ഉപദേശങ്ങളാണ്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക, നിങ്ങൾക്കും പോകണം എനിക്കും പോകണം, മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഗുണപ്പെടാനാന്ന് ഇനി വേണോ? വേണ്ടല്ലോ, ഇത് മതി. ഇതുപോലെ ആവശ്യമുള്ള. പിന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാ പറഞ്ഞു. ഇന്ന് ചില വയ്യാഴി കൊണ്ട് ഇരുന്നാ പറഞ്ഞതേ ഉള്ളൂ. നേരം കാര്യമാ പറഞ്ഞു. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാനുള്ള ഗുണം എന്നാന്നുള്ളതാ. 1, ഇരുട്ട് മാറും. 2, ഭയം മാറും. 3, സന്തോഷം ലഭിക്കും. 4, ഒരു രക്ഷകനെയും കിട്ടും. ആ സുവിശേഷം ശരിയായി പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? 1, മാനസാന്തരം. 2, സ്നാനം. 3, പരിശുദ്ധാത്മാഭിഷേകം. 4, വേർപാട്. ഈ അനുഭവത്തേക്ക് വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കപ്പെടുന്ന പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. അവൻ വരുവാനുള്ളവൻ വരും. അവൻ ഇനി താമസിക്കത്തുമില്ല. കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. താഴോട്ട് പറഞ്ഞു വരിക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളീൻ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തര് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എന്റെ മക്കളുണ്ടെന്ന് അരുളി ചെയ്ത യേശു അവൻ അത് കടന്നു വരാൻ പോകുകയാ. അവൻ കർത്താവ് 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നുവെന്ന് ഹാനോക്ക് പ്രവചിച്ചല്ലോ. ഇതാ കർത്താവ് എല്ലാവരെ വിധിപ്പാനും അവർ അവർക്ക് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ
ഇതുവരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം പറ്റുകെട്ട ഭാവികളെയൊക്കെയും ബോധം വരുത്തുവാൻ വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു. ഇതോ